അപ്പൊ ഇന്ന് നമ്മള് കഴിഞ്ഞ ദിവസം നടന്ന ഡിവിഷണൽ അക്കൗണ്ട്സ് ഓഫീസറുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷന് പ്രൊവിഷണൽ ആൻസർ കീ വന്നു. സോ അതിന്റെ ബേസ് ചെയ്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. നമുക്ക് ഈ എക്സാമിന് 3 പാർട്ടായിട്ടായിരുന്നു വന്നിരിക്കുന്നത്. എന്ന് നമ്മുടെ ഫസ്റ്റ് ജനറൽ നോളജ് 10 മാർക്ക്, പിന്നെ അരിത്തമെറ്റിക് മെൻസുറേഷൻ, പിന്നെ 60 മാർക്കായിരുന്നു അക്കൗണ്ടിങ് ഏരിയയിൽ വന്നിരുന്നത്. അപ്പൊ അത് ഞാൻ ഇവിടെ ഇപ്പോ ക്വസ്റ്റ്യൻ എ ആയിരുന്നു എടുത്തിരുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പൊ അതില് 41ാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. നോക്കിയ ഡാഷ് യൂസസ് ഫെയർ വാല്യൂ മീൻസ് കറന്റ് മാർക്കറ്റ് വാല്യൂ ടു വാല്യൂ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി ഇൻസ്റ്റെഡ് ഓഫ് റിലൈങ് ഓൺ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. അപ്പൊ ഈ താഴെ പറയുന്നതിന്റെ ഏത് മെത്തേഡ് ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഫെയർ വാല്യൂ എന്നൊരു കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്? AS എന്ന് വെച്ചാൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആണോ, IFRS ആണോ, അതോ IAS 16 ആണോ, AS 26 ആണോ? ഇതാണ് ഓപ്ഷൻ. അപ്പൊ നോർമലി നമ്മൾ എപ്പോഴും ഹിസ്റ്റോറിക്കൽ വാല്യൂ വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. പക്ഷെ ഫെയർ വാല്യൂ എന്നുള്ളൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നത് IFRS-ലാണ്. IFRS 13 അനുസരിച്ചാണ് നമ്മൾ ഫെയർ വാല്യൂ വെച്ചിട്ട് അസറ്റിനെയും ലയബിലിറ്റിയെയും വാല്യൂ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, IFRS. AS എന്ന് പറഞ്ഞ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് വരുന്നുള്ളൂ. അതേപോലെ IAS അത് ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആണ്. അത് ഡീൽ ചെയ്യുന്നത് പ്രോപ്പർട്ടി, പ്ലാൻസ്, എക്യുപ്മെന്റ്സ് അതിന്റെ കാര്യങ്ങളൊക്കെയാണ് അതിൽ പറയുന്നത്. ദെൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 26 വരുന്നത് ഇൻടാഞ്ചിബിൾ അസറ്റ്. അപ്പൊ ഇവിടുത്തെ നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്, ഫെയർ വാല്യൂ. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 42ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് എക്സ്പ്ലെയിൻ ദി ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് റിപ്പോർട്ടിംഗ് എൻറ്റിറ്റി അറ്റ് ദ എൻഡ് ഓഫ് ദി അക്കൗണ്ടിംഗ് പീരീഡ്. അപ്പൊ ഒരു എൻറ്റിറ്റിയുടെ, ബിസിനസ് എൻറ്റിറ്റിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എക്സ്പ്ലെയിൻ ചെയ്തത് അക്കൗണ്ടിംഗ് പീരീഡിൽ ലാസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഏത് സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടാണ്? ഇൻകം സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടാണോ, ബാലൻസ് ഷീറ്റ് ആണോ, ലെഡ്ജർ ആണോ, നോട്ട്സ് ആൻഡ് ഷെഡ്യൂൾ ആണോ? ഇതാണ് 4 ഓപ്ഷൻ വന്നത്. അപ്പൊ നമുക്കറിയാം ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ആരുടെയാണ്? ബാലൻസ് ഷീറ്റ് വെച്ചിട്ടാണ്. ഇൻകം സ്റ്റേറ്റ്മെന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് ലൈക്ക് PN എന്ന് വെച്ചാൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ അതൊക്കെ അറിയാനാണ് നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെന്റ് നോക്കുന്നത്. ലെഡ്ജർ എന്ന് പറയുമ്പോൾ നമ്മൾ റെക്കോർഡിംഗ് ആണ് അവിടെ വരുന്നത്. ലെഡ്ജർ, ജേർണൽ, ലെഡ്ജർ ഒക്കെ നമ്മൾ ട്രാൻസാക്ഷനെ റെക്കോർഡ് ചെയ്യാൻ മാത്രമേ വരുന്നുള്ളൂ. അല്ലാതെ സ്റ്റേറ്റ്മെന്റ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വരുന്നത് ട്രേഡിംഗ് ചെയ്യാനുള്ള ബാലൻസ് ഷീറ്റ് ആണ്. അപ്പൊ അതുമല്ല. ദെൻ നോട്ട്സ് ആൻഡ് ഷെഡ്യൂൾസ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ പറഞ്ഞ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിരിക്കുന്ന ഇത് മാത്രം. അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് ബാലൻസ് ഷീറ്റ്. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ദെൻ അടുത്തത് 43ാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ റവന്യൂ എക്സ്പെൻഡിച്ചർ ഫോർ ആൻ ഓഫീസ് എക്യുപ്മെന്റ് ഡീലർ? ഒരു ഓഫീസ് എക്യുപ്മെന്റ് ഐറ്റംസ് ഒക്കെ ഡീൽ ചെയ്യുന്ന ഒരു ഡീലറിനെ സംബന്ധിച്ചിടത്തോളം താഴെ പറയുന്നതില് ഏതാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ? നമുക്കറിയാം എക്സ്പെൻഡിച്ചർ റവന്യൂ ആകാം, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആകാം. അപ്പൊ റവന്യൂ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇതിൽ ഏതാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ? 4 ഐറ്റംസ് ഉണ്ട്. ഫസ്റ്റ് വൺ വന്നിട്ട് സെയിൽസ് പ്രൊമോഷൻ കോസ്റ്റ്, സെക്കൻഡ് വന്നിട്ട് വെയർ ഹൗസ് എക്സ്റ്റൻഷൻ കോസ്റ്റ്, തേർഡ് വന്നിട്ട് പർച്ചേസ് ഓഫ് ഓഫീസ് എക്യുപ്മെന്റ് ഫോർ റീസെയിൽ, ഫോർത്ത് വന്നിട്ട് പർച്ചേസ് ഓഫ് ഡെലിവറി വാൻ ഫോർ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഇതില് നമുക്ക് നമ്മള് റവന്യൂ ഏൺ ചെയ്യുന്നത് ഷോർട്ട് ടേം പീരീഡിൽ നമ്മൾ ചെയ്യുന്നതാണ് നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ. ലോങ് ടേം ആയിപ്പോയി അത് ക്യാപിറ്റലാണ്. അപ്പൊ ഇപ്പൊ പറഞ്ഞതിനകത്ത് വെയർ ഹൗസ് എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഓൾറെഡി ഉള്ള വെയർ ഹൗസിന്റെ കപ്പാസിറ്റി കൂട്ടുകയാണ്. അത് ക്യാപിറ്റൽ നേച്ചർ ആണ്. അപ്പൊ അത് ആരിൽ വരില്ല? റവന്യൂവിൽ വരില്ല, അല്ലെ? അതേപോലെ ഡെലിവറി വെഹിക്കിൾ, ഞാൻ എന്റെ ബിസിനസിന്റെ ഇതിന് ആവശ്യത്തിന് വേണ്ടി ഒരു വാൻ മേടിച്ചു, അതൊരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. അപ്പൊ അതും എടുക്കില്ല. നേരെ മറിച്ച് എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്തു, അത് എന്തിനു വേണ്ടി? റീസെയിൽ ചെയ്യാൻ വേണ്ടി, സ്റ്റോക്ക്, അല്ലെ? കാരണം ഈ പറഞ്ഞ ഓഫീസ് എക്യുപ്മെന്റ് ഡീലറിനെ സംബന്ധിച്ചിടത്തോളം അതാണ് സ്റ്റോക്ക്. സോ അതൊരു റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. അതേപോലെ സെയിൽസ് പ്രൊമോഷൻ, അതും റെക്കറിംഗ് ആണ്, എപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും സെയിൽസ് കൂട്ടാൻ വേണ്ടി. സോ അതും വരും. സോ ഇവിടെ നമ്മുടെ റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ട് വരുന്ന ആരൊക്കെയാണ്? 1ഉം 3ഉം. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ അടുത്തത് 44ാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് അബൌട്ട് ഇൻടാഞ്ചിബിൾ അസറ്റ്? അപ്പൊ താഴെ പറയുന്ന ഏത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിന്റെ അണ്ടറിലാണ് ഇൻടാഞ്ചിബിൾ അസറ്റിന്റെ കാര്യം പറയുന്നത്? അപ്പൊ അടുത്ത ഓപ്ഷൻ വന്നിരിക്കുന്നത് AS 22 ആണ്. AS 22 വരുന്നത് അക്കൗണ്ടിങ് ഓഫ് ടാക്സസ് ഓൺ ഇൻകം, അതാണ് വരുന്നത്. അപ്പം അത് അല്ല, നമുക്ക് ഇൻടാഞ്ചിബിൾ ആണ് വേണ്ടത്. 23 വന്നിട്ട് അസോസിയേറ്റ്, അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഇൻ അസോസിയേറ്റ് ബിസിനസ്, അതാണ് ഡീൽ ചെയ്യുന്നത്. അവരുടെ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ അതുമല്ല.
അതെ, 24 വന്നിട്ട് ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ. അപ്പൊ ആരാണ് ആൻസർ വരുന്നത്? ആദ്യത്തെ 3 അല്ലെന്ന് മനസ്സിലായി. സോ ഓപ്ഷൻ ബി ആണ്. AS-26 ആണ് ഇൻടാഞ്ചിബിൾ അസറ്റിന്റെ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. ദെൻ അടുത്തത് ഒരു ജേണൽ എൻട്രി ആണ്. ഇതിന്റെ സിറ്റുവേഷൻ വെച്ചിട്ട് ഏതാണ് എൻട്രി എന്നാണ് ചോദ്യം. ഫോർ വിഡ്രോവൽ ഓഫ് ഗുഡ്സ് ഫോർ പേഴ്സണൽ ഓർ ഡൊമസ്റ്റിക് പർപ്പസ് ദ അക്കൗണ്ട് ട്രാൻസ്ഫേർഡ് ഈസ്. അപ്പൊ ഞാൻ എന്റെ ബിസിനസ്സിൽ നിന്ന് എന്റെ പേഴ്സണൽ യൂസിന് വേണ്ടി ഗുഡ്സ്, അവിടുത്തെ സ്റ്റോക്ക് ഞാൻ വിഡ്രോ ചെയ്യുവാണെങ്കിൽ വരുന്ന എൻട്രി എന്താണ്? ഓപ്ഷൻ എ വന്നിട്ട് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഡ്രോയിങ്സ്. ഓപ്ഷൻ ബി വന്നിട്ട് ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസസ് ഓർ സ്റ്റോക്ക്. സി വന്നിട്ട് ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. നൺ ഓഫ് ദി അബവ്, ഓപ്ഷൻ ഡി. അപ്പം എന്താണ് ആൻസർ വരുന്നത്? നമുക്കറിയാം നമ്മൾ എന്താണ് എടുത്തിരിക്കുന്നത്, സ്റ്റോക്ക് ആണ് അല്ലെ. അപ്പം എന്തായിരിക്കും എൻട്രി വരാൻ? ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസസ് ആണ് ആൻസർ വരുന്നത്. അപ്പൊ ഞാൻ ക്യാഷ് ആയിരുന്നു എടുത്തിരുന്നെങ്കിൽ എന്ത് വന്നേനം? ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്ന് വന്നേനം. ഇവിടെ സ്റ്റോക്ക് ആയതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ഇനി അടുത്തത് 46ാമത്തെ ക്വസ്റ്റ്യൻ ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിന്റെയാണ്. വിത്ത് ഡബിൾ അക്കൗണ്ടിംഗ് സിസ്റ്റം വിച്ച് ഓഫ് ദി ഫോളോയിങ് അക്കൗണ്ട്സ് ആർ പ്രിപ്പയർഡ്? നമുക്കറിയാം നമ്മൾ ഡബിൾ അക്കൗണ്ട് നമ്മൾ പഠിച്ചായിരുന്നു. ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിൽ നമ്മൾ 4 വരുന്ന റവന്യൂ ഉണ്ട്, നെറ്റ് റവന്യൂ ഉണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ട്, ദെൻ ജനറൽ ബാലൻസ് ഷീറ്റ് ഉണ്ട്. അപ്പൊ ആരാണ് ഇവിടുത്തെ? സിംപിൾ ക്വസ്റ്റ്യൻ അല്ലേ. അപ്പൊ ഓപ്ഷൻ നമുക്ക് വരുന്നത് റവന്യൂവും നെറ്റ് റവന്യൂ ആണ് വരുന്നത്. അപ്പൊ അത് 2ഉം 4ഉം വരുന്ന ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഈ P&L പകരം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് റവന്യൂ. അതേപോലെ P&L അപ്രോപ്രിയേഷന് പകരം നമ്മൾ ഡബിൾ അക്കൗണ്ടിൽ ചെയ്യുന്നതാണ് നെറ്റ് റവന്യൂ. ഓക്കെ, അപ്പൊ ആൻസർ വരുന്നത് ഡി ആണ്, സെക്കൻഡും ഫോർത്ത് ഓപ്ഷൻ, അതായത് റവന്യൂവും നെറ്റ് റവന്യൂ. പിന്നെ അടുത്തത് 47ാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് കമ്പനീസ് ആക്ട് 2013 വെച്ച് അണ്ടറിൽ നമ്മുടെ കമ്പനിയെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഏത് സെക്ഷനിലാണ്? ഇതാണ് ചോദ്യം. ദ ഫോളോയിങ് സെക്ഷൻ ദ കമ്പനീസ് ആക്ട് 2013 ഡീൽസ് വിത്ത് ഡെഫിനിഷൻ ഓഫ് കമ്പനി. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് എന്താണ്? സെക്ഷൻ 2 സബ്സെക്ഷൻ 20 ആണ് വരുന്നത്. ബാക്കി നമുക്ക് അറിയാം. 3 എന്ന് പറയുന്നത് ഫോർമേഷനെ കുറിച്ചാണ്, 4 വരുന്നത് മെമ്മോറാണ്ടം ആണ്, 5 വരുന്നത് ആർട്ടിക്കിൾ ആണ്. അപ്പൊ ഏതാണ് ഡെഫിനിഷൻ? ഫസ്റ്റ് തന്നെയാണ് ഓപ്ഷൻ എ, സെക്ഷൻ 2 സബ്സെക്ഷൻ 20. ദെൻ 48ാമത്തെ ക്വസ്റ്റ്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിന്റെ സ്കോപ്പ് എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? അതിനകത്ത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഡീൽസ് വിത്ത് വാട്ട്? അപ്പൊ നോക്കിയാൽ ഇറ്റ് ഡിസ്ക്രൈബ് ദി സ്കോപ്പ് ഓഫ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്. താഴെ പറഞ്ഞ ഏതിലാണ് ഈ പറഞ്ഞ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിന്റെ സ്കോപ്പിനെ കറക്റ്റ് ആയിട്ട് പറയുന്നത്? ഫസ്റ്റ് ഓപ്ഷൻ വന്നിട്ട് പ്രിപ്പയറിംഗ് ആൻഡ് എക്സ്പ്ലോറിംഗ് ദ ഡ്രാഫ്റ്റ്, അനലൈസിംഗ് ദ ഡ്രാഫ്റ്റ്. സെക്കൻഡ് വന്നിട്ട് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്, ബുക്സ് ഓഫ് അക്കൗണ്ട്സിന്റെ കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്. ദെൻ സി വന്നിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഇറ്റ്സ് ഗ്ലോബൽ ആപ്ലിക്കേഷൻ. ഡി വന്നിട്ട് നൺ ഓഫ് ദി അബോവ്. ഓക്കെ, ഇതിൽ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഡ്രാഫ്റ്റ്, അതേപോലെ അത് പ്രിപ്പയർ ചെയ്യുന്ന, അത് അനലൈസ് ചെയ്യുന്ന, അതൊന്നും ഒരിക്കലും അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ അതെന്തായാലും വരില്ല. ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നതും അതിന്റെ അനാലിസിസും ഒന്നും എടുക്കത്തില്ല. അതേപോലെ ഓഡിറ്ററിന്റെ കാര്യം, ഓഡിറ്ററിന്റെ റിപ്പോർട്ടും അത് അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒന്നും നമ്മൾ അതിനുവേണ്ടി, അതല്ല എന്റെ സ്കോപ്പായിട്ട് കറക്റ്റ് പറയുന്നത്. പിന്നെ എന്താണ്? ഓപ്ഷൻ സി ആണ് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയായിരിക്കും, എന്റെ ഗ്ലോബൽ ആപ്ലിക്കേഷൻ. ഇതൊക്കെയാണ് നമുക്ക് ഈ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിലെ സ്കോപ്പ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. ദെൻ 49ാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓർ എക്സ്പാൻഷൻ ഓഫ് SMPS? ഇതിന്റെ ഫുൾ ഫോം എന്താണ്? ഓപ്ഷൻ എ വന്നിട്ട് സ്വിച്ച് മോഡ് പവർ സപ്ലൈ, ബി സിമ്പിൾ മോഡ് പവർ സപ്ലൈ, സി സ്റ്റോറേജ് മോഡ് പവർ സപ്ലൈ ആൻഡ് ഡി വന്നിട്ട് സ്റ്റോറേജ് മോഡ് പവർ ഷോർട്ടേജ്. അപ്പൊ ഇത് ഇലക്ട്രിസിറ്റി റിലേറ്റഡ് ഒരു ഇതാണ്. ഇതിന്റെ ഓപ്ഷൻ ആൻസർ വന്നിട്ട് ഓപ്ഷൻ എ ആണ്, സ്വിച്ച് മോഡ് പവർ സപ്ലൈ. ഇത് നമ്മുടെ ഇലക്ട്രോണിക് ഡിവൈസിലൊക്കെ ഈ ഇലക്ട്രിസിറ്റിയുടെ ഫ്ലോ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. ദെൻ അടുത്തത് 50ാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് the financial statement give a true and fair view of the company's financial health and they must be prepared using the accounting standard as per. ഈ പറഞ്ഞ കണ്ടെന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് കറക്റ്റ് ആയിരിക്കണം. അതേപോലെ അത് ട്രൂ ആയിട്ടുള്ള റിസൾട്ട്, കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ കറക്റ്റ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യുന്ന രീതിക്കാണ് നമ്മൾ
വേണം നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാൻ. ഇങ്ങനെ പറയുന്ന ഏത് നമ്മുടെ സെക്ഷൻ അനുസരിച്ചാണ്. അപ്പൊ അത് ഡയറക്റ്റ് നമുക്ക് അതിനകത്തുനിന്ന് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാം. എന്താണ് സെക്ഷൻ 211 സബ് സെക്ഷൻ 2 ആണ്, ട്രൂ ആൻഡ് ഫെയർ വ്യൂ. അത് ആ ഓപ്ഷനിൽ തന്നെ പെട്ടെന്ന് പിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരെണ്ണമാണ്. ഓക്കെ, ദെൻ 51ാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് ഫോളോയിങ് ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ട് ടു ദി ഡെവലപ്മെന്റ് ഓഫ് IFRS. നമുക്കറിയാം, നമ്മൾ നേരത്തെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് വെച്ചിട്ടായിരുന്നു. ഇപ്പൊ IFRS ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇതിന്റെ റീസൺ, എന്തുകൊണ്ടാണ് IFRS വരാൻ കാരണം? പല റീസൺസ് ഉണ്ട് അല്ലെ? അപ്പൊ അതില് ഓപ്ഷൻ 1 വന്നിട്ട് ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റ് കാരണമാകാം, ബി ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ആകാം, സി മാർക്കറ്റ് ഇന്റഗ്രേഷൻ ആകാം. അപ്പൊ ഡി വന്നിട്ട് ഓൾ ഓഫ് ദി അബവ്. അതെന്താ, ഇതെല്ലാം ആരുടെ ഡെവലപ്മെന്റിന് കാരണമാണ്? IFRSന്റെ ഡെവലപ്മെന്റിന് റീസൺ ആണ്. അപ്പോ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. 52ാമത്തെ ക്വസ്റ്റ്യൻ, ഇതൊരു ചെറിയൊരു പ്രോബ്ലം കേട്ടോ. നോക്കിയേ, എക്സ് ലിമിറ്റഡ് എന്റർ ഇൻ ടു എ കോൺട്രാക്ട് വിത്ത് എ കസ്റ്റമർ ടു സെൽ ഗുഡ്സ് അറ്റ് എ ഡിഫറെന്റ് ട്രാൻസാക്ഷൻ പ്രൈസസ് ബേസ്ഡ് ഓൺ ഡെലിവറി ടൈം. അപ്പൊ 3 ഓപ്ഷൻസ് ആണുള്ളത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ട്രാൻസ്ഫേർഡ് വിത്തിൻ 15 days. അപ്പൊ അവിടുത്തെ ആ സിറ്റുവേഷൻ ആണെങ്കിൽ ട്രാൻസാക്ഷൻ പ്രൈസ് എന്ന് പറയുന്നത് 10 lakh ആണ്. ഓപ്ഷൻ ബി വന്നിട്ട് ട്രാൻസ്ഫേർഡ് ആഫ്റ്റർ 30 days ബട്ട് വിത്തിൻ 45. ഇപ്പൊ 30 to 45 ഡേയ്സിനുള്ളതാണെങ്കിൽ അവിടുത്തെ ട്രാൻസാക്ഷൻ പ്രൈസ് വന്നിട്ട് 9,80,000 rupees ആണ്. ഓപ്ഷൻ സി വെച്ചിരിക്കുന്നത് ട്രാൻസ്ഫേർഡ് ആഫ്റ്റർ 45 days. അപ്പൊ ട്രാൻസാക്ഷൻ പ്രൈസ് എന്ന് പറയുന്നത് 9,60,000. സോ ഇത് വെച്ചിട്ട് ഇതിന്റെ ബേസിൽ കാൽക്കുലേറ്റ് ദി വേരിയബിൾ കൺസിഡറേഷൻ. അപ്പൊ വേരിയബിൾ കൺസിഡറേഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരുന്നു? മാക്സിമം വാല്യൂ എത്രയാണോ, മാക്സിമം ട്രാൻസാക്ഷൻ പ്രൈസും മിനിമം അതിന്റെ ഡിഫറൻസ് ആണ് വരുന്നത്. അപ്പൊ ഇവിടെ മാക്സിമം വന്നിട്ട് 10 lakh ആണ്, മിനിമം വന്നിട്ട് 9,60,000 ആണ്. അപ്പൊ 10 lakh മൈനസ് 9,60,000 എത്ര വരും? 40,000 അല്ലേ? 40,000 ആണ് വരുന്നത്. അപ്പൊ ഓപ്ഷൻ ബി 40,000 ആണ് നമ്മുടെ വേരിയബിൾ കൺസിഡറേഷൻ. ദെൻ അടുത്തത് 53 സ്റ്റേറ്റ്മെന്റ് ആണ്. 3 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഡബിൾ അക്കൗണ്ട് സിസ്റ്റം റിലേറ്റഡ് ആണ്. അപ്പൊ അതിന്റെ കറക്റ്റ് ഏതാണെന്ന് പറയാനാണ്. അപ്പൊ നോക്കിയാൽ ക്വസ്റ്റ്യൻ വന്നിട്ട് വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് അബൌട്ട് ദി നെറ്റ് റവന്യൂ അണ്ടർ ദി ഡബിൾ അക്കൗണ്ട് സിസ്റ്റം. അതിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ട് ഇൻട്രസ്റ്റ് paid on debenture is debited to net revenue account. Statement 2 വന്നിട്ട് interest received from loan is credited to net revenue account. Statement 3 വന്നിട്ട് net revenue account is similar to P&L account of any trading concern. ഇതാണ് നമ്മുടെ 3 സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇതിന്റെ ആൻസർ വന്നിട്ട് ഇതില് കറക്റ്റ് ഏതാണെന്ന് ചോദ്യം. ഇതിൽ 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് കാണുമ്പോഴേ നമുക്കറിയാം എന്താണ് നെറ്റ് റവന്യൂ അക്കൗണ്ട് ആരുടെ സിമിലർ ആണ്? P&L സിമിലർ അല്ല, പകരം ആർക്കാണ്? P&L അപ്രോപ്രിയേഷൻ ആണ് ഇക്വലന്റ് ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെ? P&L വേണ്ടി നമ്മൾ സിമിലർ ആരാണ്? റവന്യൂ അക്കൗണ്ട് ആണ്. പിന്നെ ഒന്നാമത്തെയും 2ാമത്തെയും സ്റ്റേറ്റ്മെന്റ് അത് കറക്റ്റ് ആണ്. ഇൻട്രസ്റ്റ് പെയ്ഡ് ഡിബെഞ്ചർ ഈസ് ഡെബിറ്റഡ് ടു നെറ്റ് റവന്യൂ അക്കൗണ്ടും അതേപോലെ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ക്രെഡിറ്റഡ്. ഒന്ന് ഇൻകവും ഒന്ന് എക്സ്പെൻസും ആണ്. അപ്പൊ നോമിനൽ അക്കൗണ്ട് ആയതുകൊണ്ട് അത് അങ്ങനെ. അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം ശരിയാണ്, 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി അടുത്തത് 54ാമത്തെ ക്വസ്റ്റ്യൻ. എ റിസർവ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് ഇൻ എക്സസ് ഓഫ് എ റീസണബിൾ റിട്ടേൺ ഏൺഡ് ബൈ എൻ ഇലക്ട്രിസിറ്റി കമ്പനി ഈസ് കോൾഡ് ഡാഷ്. അപ്പൊ എന്താണ്? ഒരു ഇലക്ട്രിസിറ്റി കമ്പനി റീസണബിൾ പ്രോഫിറ്റിനെക്കാട്ടിലും കൂടുതൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത് അപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന റിസർവ് ഏതാണ്? ടാരിഫ് ആൻഡ് ഡിവിഡൻഡ് കൺട്രോൾ റിസർവ് ആണോ, കണ്ടിജൻസി റിസർവ് ആണോ, ഡെവലപ്മെന്റ് റിസർവ് ആണോ, അതോ നൺ ഓഫ് ദി എബവ് ആണോ? അപ്പൊ നമുക്കറിയാം ഇന്നത്തെ ക്ലിയർ പ്രോഫിറ്റും റീസണബിൾ പ്രോഫിറ്റും കമ്പയർ ചെയ്യുമ്പോൾ അവിടെ ഇത് റീസണബിളിനെക്കാട്ടിലും ക്ലിയർ കൂടിയാൽ അവിടെ നമ്മൾ സർപ്ലസ് പറയും. അപ്പോഴാണ് ഇത്ര പെർസെന്റേജ് നമ്മൾ റിസർവിലോട്ട് മാറ്റുന്നത്. ഏത് റിസർവിലോട്ടായിരുന്നു മാറ്റുന്നത്? ടാരിഫ് ആൻഡ് ഡിവിഡൻഡ് കൺട്രോൾ റിസർവിലോട്ടായിരുന്നു മാറ്റുന്നത്. കണ്ടീജൻസി റിസർവ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതായത് ഒരു കണ്ടീജൻസി അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു ഇവന്റ്, ഒരു ആക്സിഡന്റ്, ഒരു കലാമിറ്റിയോ നടക്കുവാണെങ്കിൽ അപ്പൊ യൂസ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഫണ്ട് മാറ്റി വെക്കുന്നതാണ്. അല്ലാതെ പ്രോഫിറ്റ് ഈ പറഞ്ഞ സർപ്ലസ് ഉള്ളപ്പോ അങ്ങനെയല്ല.
ഡെവലപ്മെന്റ് റിസർവും നമ്മൾ എന്തിനാണ് ഫ്യൂച്ചറിൽ എന്തെങ്കിലും എക്സ്പാൻഷനോ അതേപോലെ എന്തെങ്കിലും റീപ്ലേസ്മെന്റോ ആവശ്യം വരുമ്പോൾ നമ്മൾ അതിന് വേണ്ടി നമ്മൾ മാറ്റി വെക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ് നമ്മുടെ ടാരിഫ് ആൻഡ് ഡിവിഡന്റ് കൺട്രോൾ റിസർവ് ആണ് ആൻസർ വരുന്നത്. അടുത്തത് 55ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അണ്ടർ ഡബിൾ അക്കൗണ്ടിംഗ് സിസ്റ്റം പ്രിലിമിനറി എക്സ്പെൻസ് ആർ അപ്പിയേഴ്സ് ഓൺ. പ്രിലിമിനറി എക്സ്പെൻസ് ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിൽ എവിടെയാണ് കാണിക്കുന്നത്? ജനറൽ ബാലൻസ് ഷീറ്റിലാണോ, ക്യാപിറ്റൽ അക്കൗണ്ടിലാണോ, റവന്യൂ അക്കൗണ്ടിലാണോ, നെറ്റ് റവന്യൂ അക്കൗണ്ടിലാണോ? അപ്പൊ ഇവിടെ പ്രൊവിഷണൽ ആൻസർ കീ വെച്ചിട്ട് അവർ തന്നിരിക്കുന്ന ആൻസർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ്. പക്ഷെ ജനറൽ ബാലൻസ് ഷീറ്റിലും നമ്മൾ പഠിച്ചപ്പോൾ ഉണ്ടായിരുന്നു അത് സിറ്റുവേഷൻ അനുസരിച്ച് ഈ പറഞ്ഞ ഫോർമേഷൻ റിലേറ്റഡ് കമ്പനി ഫോർമേഷൻ രജിസ്ട്രേഷൻ അങ്ങനെ ഇൻകർ ആയ പ്രിലിമിനറി എക്സ്പെൻസ് ഒക്കെ നമ്മളത് അസറ്റ് സൈഡിൽ ജനറൽ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലാണ് നോക്കുന്നത്. അപ്പൊ ഇപ്പം ഞാനിപ്പോ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന പ്രൊവിഷണൽ ആൻസർ കീയിലായിരുന്നു തന്നിരുന്നത്. ഇതിൽ ഈ ക്വസ്റ്റിന് ഒരു ചെറിയ ഡൗട്ട് ഉണ്ട്. അടുത്തത് 56ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ വിത്ത് റെസ്പെക്ട് ടു ദി ഡബിൾ അക്കൗണ്ടിംഗ് സിസ്റ്റം? ഇവിടെയും 3 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതിൽ ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദ്യം. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ട് ഫിക്സഡ് അസറ്റ് ആർ ഷോൺ അറ്റ് കോസ്റ്റ് ഇൻ ദി ക്യാപിറ്റൽ അക്കൗണ്ട്. സ്റ്റേറ്റ്മെന്റ് 2 വന്നിട്ട് ഇൻകം സ്റ്റേറ്റ്മെന്റ് ഇസ് പ്രിപ്പയർഡ് ഇൻ 2 പാർട്ട്, റവന്യൂ ആൻഡ് നെറ്റ് റവന്യൂ. സ്റ്റേറ്റ്മെന്റ് 3 വന്നിട്ട് ബാലൻസ് ഷീറ്റ് ഇൻക്ലൂഡ് ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് ജനറൽ ബാലൻസ് ഷീറ്റ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം നമ്മുടെ ഫിക്സഡ് അസറ്റും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും എല്ലാം റെക്കോർഡ് ചെയ്യുന്നത് എവിടെയാണ്? ക്യാപിറ്റൽ അക്കൗണ്ടിലാണ്. നമ്മുടെ ബാലൻസ് ഷീറ്റിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒന്ന് ക്യാപിറ്റൽ എന്നും ഒന്ന് ജനറൽ ബാലൻസ് ഷീറ്റ് എന്നും. അതിൽ ക്യാപിറ്റലിലാണ് ഫിക്സഡ് അസറ്റിന്റെ കാര്യമൊക്കെ കാണിക്കുന്നത്. സോ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അതേപോലെ ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിൽ നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെന്റിനെ രണ്ടായിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഒന്ന് റവന്യൂ അക്കൗണ്ട് എന്നും ഒന്ന് നെറ്റ് റവന്യൂ അക്കൗണ്ട് എന്നും. അപ്പൊ അതും ശരിയാണ്. മൂന്നാമത് പറയുന്നത് ഈ പറഞ്ഞ ബാലൻസ് ഷീറ്റിന്റെ കാര്യം. ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ 2 പാർട്ടായിട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് ഈ അക്കൗണ്ടിംഗ് സിസ്റ്റം നമ്മൾ ഡബിൾ അക്കൗണ്ട് സിസ്റ്റം എന്ന് തന്നെ പറയുന്നത്. ക്യാപിറ്റൽ എന്നും അതേപോലെ ജനറൽ ബാലൻസ് ഷീറ്റ്. അപ്പൊ അതും ശരിയാണ്. സോ ഇവിടെ മൂന്ന് സ്റ്റേറ്റ്മെന്റും ശരിയാണ്. സോ ഓപ്ഷൻ എ ഓൾ ഓഫ് ദി അബവ് ആണ് വരുന്നത്. 57ാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് കാൽക്കുലേറ്റ് ദ എമൗണ്ട് ടു ബി ക്യാപിറ്റലൈസ്ഡ് if original cost of an asset used in the electricity company is 50,000, the present cost of replacement of the asset is 75,000, an amount of 85 is spent on its replacement. Okay, അപ്പൊ ഇങ്ങനെ നമ്മുടെ ഒറിജിനൽ ഒരു അസറ്റ് ഉണ്ട്. അതിന്റെ ഒറിജിനൽ കോസ്റ്റ് വന്നിട്ട് 50,000 ആയിരുന്നു. അതിന്റെ പ്രസന്റ് കോസ്റ്റ് ഓഫ് റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ 75,000 ആണ്. നമ്മൾ റീപ്ലേസ്മെന്റിന് വേണ്ടി നമുക്ക് സ്പെൻഡ് ആയത് എത്രയാണ്? 85,000 സ്പെൻഡ് ആയി. സോ ഇവിടെ നമ്മൾ എത്ര എമൗണ്ട് ആണ് ക്യാപിറ്റലൈസ് ചെയ്യുന്നത്? ഓക്കെ, അപ്പോ അതിന്റെ ഇക്വേഷൻ വന്നിട്ട് അല്ലത് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ എമൗണ്ട് ഓഫ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് എത്ര രൂപയാണോ നമുക്ക് റീപ്ലേസ്മെന്റിന് നമുക്ക് ചെലവായത്, നമ്മൾ സ്പെൻഡ് ചെയ്തത്. ഇവിടെ എത്ര രൂപ നമ്മൾ സ്പെൻഡ് ചെയ്തത്? 85 അല്ലേ? പ്രസന്റ് കോസ്റ്റ് ഓഫ് റീപ്ലേസ്മെന്റ്, ഇപ്പോഴത്തെ അതിന്റെ കോസ്റ്റ് എത്ര രൂപയാണ് റീപ്ലേസ് ചെയ്യുന്നത്? സോ അത് വരുന്നത് 75,000 ആണ് അല്ലെ? സോ ഇതിന്റെ ഡിഫറൻസ് ആണ് എത്ര വരും? 10,000 rupees ആണ് നമ്മൾ ഇവിടെ ക്യാപിറ്റലൈസ് ചെയ്യുന്നത്. ഈ എമൗണ്ടിനെയാണ് ക്യാപിറ്റലൈസ് ചെയ്യുന്നത്. 85,000 മൈനസ് 75. 85 എന്ന് പറയുമ്പോൾ നമ്മുടെ സ്പെൻഡ് ചെയ്ത റീപ്ലേസ്മെന്റിന് സ്പെൻഡ് ചെയ്ത എമൗണ്ട്, ദെൻ മറ്റേത് പ്രസന്റ് കോസ്റ്റ്. ദെൻ 58ാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് in final accounts of electricity companies, reserve for rebate to consumer is shown on. അപ്പൊ നമുക്ക് റിസർവ് ഫോർ റിബേറ്റ് ടു കൺസ്യൂമർ എന്ന് പറഞ്ഞ ഒരു സാധനമാണ് നമ്മുടെ എക്സ്പെൻസ് ആയിട്ട് റേറ്റ്. അത് എവിടെയാണ് നമ്മൾ കാണിക്കുന്നത്? അത് റവന്യൂ ക്രെഡിറ്റ് സൈഡ് ഓഫ് റവന്യൂ അക്കൗണ്ട് ആണോ, ഡെബിറ്റ് സൈഡ് ഓഫ് റവന്യൂ അക്കൗണ്ട് ആണോ, ഡെബിറ്റ് സൈഡ് ഓഫ് നെറ്റ് റവന്യൂ അക്കൗണ്ട് ആണോ, ക്രെഡിറ്റ് സൈഡ് ഓഫ് റവന്യൂ അക്കൗണ്ട് ആണോ? സോ അത് നമ്മൾ ഡെബിറ്റ് ആണ് ചെയ്യുന്നത്. കാരണം അതൊരു ഇതാണ് നമ്മൾ എക്സ്പെൻസ് ഫോം ആയിട്ട് റീറ്റ് ചെയ്യുന്നതുകൊണ്ട് അതിന് നെറ്റ് റവന്യൂ അക്കൗണ്ടിൽ നമ്മൾ ഡെബിറ്റ് ആണ് ചെയ്യുന്നത്. അപ്പൊ ഓപ്ഷൻ സി ആണ് വരണത്. പ്രൊവിഷൻ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇതിന് അടുത്തതും ഒരു ജേണൽ എൻട്രി ആണ്. An electricity supply company wants to replace one of its plant
Material recovered from the old plan worth 50,000 have been used in new construction. What journal entry will be passed for this transaction? അപ്പോൾ ഓൾറെഡി ഒരു ഇലക്ട്രിസിറ്റി കമ്പനി അവരുടെ ഒരു പ്ലാന്റ് റീപ്ലേസ് ചെയ്യാൻ പ്ലാൻ ചെയ്തു. അപ്പൊ ഓൾറെഡി ഉള്ള ഓൾഡ് പ്ലാന്റിന്റെ അകത്ത് ഒരു 50,000 വെർത്ത് ഉള്ള ഒരു പാർട്ട് നമ്മൾ ഇതിനു വേണ്ടി ന്യൂ കൺസ്ട്രക്ഷന് വേണ്ടി യൂസ് ചെയ്തു. ഓക്കെ, അപ്പൊ അങ്ങനെ ഓൾഡ് പ്ലാന്റിൽ നിന്ന് ന്യൂ പ്ലാന്റിൽ നമ്മൾ യൂസ് ചെയ്തതിന് നമ്മൾ എന്ത് എൻട്രിയാണ് പാസ് ചെയ്യുന്നത്? നമ്മൾ പഠിച്ചതായിരുന്നു. നമ്മൾ പഠിച്ചപ്പോൾ ന്യൂ വർക്ക് എന്നാണ് പറഞ്ഞത്. ഇവിടെ ന്യൂ വർക്ക് അക്കൗണ്ട് ടു നമ്മുടെ റീപ്ലേസ്മെന്റ് അക്കൗണ്ട് എന്നായിരുന്നു നമ്മൾ പറഞ്ഞത്. ഇവിടെ ന്യൂ വർക്ക് എന്താണ്? ഇവിടെ സംബന്ധിച്ചിടത്തോളം പുതിയ പ്ലാന്റ് ആണ്. സോ അതുകൊണ്ടാണ് ഇവിടെ പ്ലാന്റ് അക്കൗണ്ട് ഡെറ്റർ ടു റീപ്ലേസ്മെന്റ്. എത്ര രൂപയാണ്? 50,000 റുപ്പീസിന്റെ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ എൻട്രി വരുന്നത് പ്ലാന്റ് അക്കൗണ്ട് ഡെറ്റർ ടു റീപ്ലേസ്മെന്റ്. Then 60ാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് which of the following statement are correct about capital account prepared under double accounting system? ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ കാര്യമാണ്. ഇവിടെ 3 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ വന്നിട്ട് ക്യാപിറ്റൽ അക്കൗണ്ട് റെക്കോർഡ് ഓൾ റെസീപ്റ്റ്സ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പൊ ക്യാപിറ്റൽ നേച്ചറുള്ള എല്ലാ റെസീപ്റ്റും എല്ലാ എക്സ്പെൻഡിച്ചറും നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. then അടുത്തത് സ്റ്റേറ്റ്മെന്റ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ട് ക്യാപിറ്റൽ അക്കൗണ്ട് ഗീവ്സ് ദി ജനറൽ പബ്ലിക് ഫുൾ ആൻഡ് കംപ്ലീറ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദ റൈസിംഗ് ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് ഫിക്സഡ് അസറ്റ്, ഫിക്സഡ് ക്യാപിറ്റൽ. നമ്മൾ എന്തൊക്കെ വാങ്ങി, എത്ര രൂപയുടെ വാങ്ങി, കഴിഞ്ഞ വർഷം എത്ര ഉണ്ടെന്ന്, ഈ വർഷം എത്ര, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അതിൽ നിന്ന് അറിയാൻ പറ്റും. ദെൻ അടുത്തത് ക്യാപിറ്റൽ അക്കൗണ്ട് ഈസ് സിമിലർ ടു ക്യാഷ് അക്കൗണ്ട്. ഓക്കെ, ഇതിലും പ്രൊവിഷണൽ ആൻസർ കീയിൽ തന്നിരിക്കുന്നത് ഓൾ ഓഫ് ദി അബവ് ആണ്. എന്നുവെച്ചാൽ 3 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണെന്ന്. പക്ഷെ ക്യാപിറ്റൽ അക്കൗണ്ട് നമുക്ക് ക്യാഷ് അക്കൗണ്ടിന് സിമിലർ ആണെന്ന് അങ്ങനെ പറയുമോ? കാരണം ക്യാഷ് അക്കൗണ്ടിൽ നമ്മൾ രണ്ടും എടുക്കും, റവന്യൂ എടുക്കും, ക്യാപിറ്റൽ എടുക്കും. റവന്യൂ റെസിപ്റ്റും ക്യാപിറ്റൽ റെസിപ്റ്റും എല്ലാം എടുക്കും. പക്ഷെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ ആരെ മാത്രമേ എടുക്കത്തുള്ളൂ? നമ്മൾ ക്യാപിറ്റൽ നേച്ചർ മാത്രമല്ലേ എടുക്കത്തുള്ളൂ. സോ പക്ഷെ അതിന്റെ ഫോർമാറ്റ് കറക്റ്റാ. ഒരു ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന പോലെയാണ് നമ്മൾ ക്യാപിറ്റലും ചെയ്യുന്നത്, അല്ലെ? റെസിപ്റ്റ്സ് സൈഡും എക്സ്പെൻഡിച്ചർ സൈഡും ഒക്കെ. പക്ഷെ ഇങ്ങനൊരു ഡിഫറൻസ് ഉണ്ട്. അപ്പം ഇതും എനിക്കൊരു കൺഫ്യൂഷൻ ആണ് ക്വസ്റ്റ്യൻ. ചിലപ്പോ ഈ പറഞ്ഞ ഈ പ്രിപ്പയർ ചെയ്യുന്ന ഫോർമാറ്റ് വെച്ചിട്ട് അങ്ങനെയാണെങ്കിൽ 3 സെയിം ആണ്, അല്ലെങ്കിൽ 1ഉം 2ഉം മാത്രമേ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും മാത്രമേ ശരിയാകുള്ളൂ. ദെൻ അടുത്തത് 61ാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ ടാരിഫ് ആൻഡ് ഡിവിഡൻഡ് കൺട്രോൾ റിസർവ്, അത് റിലേറ്റഡ് ഏതാണ്ട് സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇൻ ഇലക്ട്രിസിറ്റി കമ്പനി ദ എക്സസ് ഓഫ് ക്ലിയർ പ്രോഫിറ്റ് ഓവർ റീസണബിൾ റേറ്റ് ഓഫ് റിട്ടേൺ ഇസ് കോൾഡ് ഡാഷ്. അപ്പൊ ഇലക്ട്രിസിറ്റി കമ്പനിക്ക് റീസണബിൾ റിട്ടേണിനെക്കാട്ടി കൂടുതൽ അവരുടെ ക്ലിയർ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് എന്താണ്? അതാണ് സർപ്ലസ്. അത് സർപ്ലസ് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അത് എന്തിനോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ടാരിഫ് ആൻഡ് ഡിവിഡൻഡ് കൺട്രോൾ, മാർക്ക് ടാരിഫ് ആൻഡ് ഡിവിഡൻഡ് കൺട്രോൾ റിസർവിലോട്ട് നമ്മൾ മാറ്റുന്നത്. അപ്പൊ അത് എന്താണ്? എക്സസ് വരുന്നതിന് നമ്മൾ സർപ്ലസ് എന്നാണ് പറയുന്നത്. ദെൻ 62ാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് ടോട്ടൽ റെസീപ്റ്റ് ഇൻ ദി ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് ആൻ ഇലക്ട്രിസിറ്റി കമ്പനി ആർ 2 lakh ആൻഡ് ദി കമ്പനി ഹാസ് ഡിബെഞ്ചർ വർത്ത് 3 lakh. വിച്ച് എമൗണ്ട് ഷുഡ് ബി ഷോൺ ഇൻ ദി ജനറൽ ബാലൻസ് ഷീറ്റ്? അപ്പൊ നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് രണ്ടായിട്ടാണ്. ആദ്യം ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്യും. ക്യാപിറ്റൽ അക്കൗണ്ടിൽ കിട്ടുന്നതിന് അതിന്റെ ഇതിനെയാണ് നമ്മൾ ഫൈനൽ ആൻസറിനെയാണ് നമ്മൾ എങ്ങോട്ട് എടുത്ത് എഴുതുന്നത്? ജനറൽ ബാലൻസ് ഷീറ്റ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ഏത് എമൗണ്ട് എടുക്കത്തുള്ളൂ? നമ്മൾ 2 ലക്ഷം എടുക്കത്തുള്ളൂ. കാരണം 2 ലക്ഷം എന്ന് പറയുന്നതാണ് ഈ പറഞ്ഞ ക്യാപിറ്റൽ അക്കൗണ്ടിലെ ടോട്ടൽ റെസീപ്റ്റ്. ഈ പറഞ്ഞ ഡിബെഞ്ചർ എന്ന് പറയുന്നത് നമ്മൾ എവിടെ എഴുതുന്നതാണ്? ക്യാപിറ്റൽ അക്കൗണ്ടിൽ എഴുതും. എന്നിട്ട് അത് എഴുതി അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ ടോട്ടൽ റെസീപ്റ്റും ടോട്ടൽ പേയ്മെന്റ്സും കണ്ടുപിടിക്കുന്നത്. അപ്പൊ ആ ടോട്ടൽ ആണ് നമ്മൾ ജനറൽ ബാലൻസ് ഷീറ്റ്. അപ്പൊ ഇവിടെ ഈ 3 ലക്ഷത്തിന് സിഗ്നിഫിക്കൻസ് ഇല്ല. മീൻസ് ഈ 3 ലക്ഷത്തിനെ നമ്മൾ എവിടോട്ട് കൊണ്ടുപോകത്തില്ല? ജനറൽ ബാലൻസ് ഷീറ്റിലോട്ട് കൊണ്ടുപോകത്തില്ല. അപ്പം ഇവിടെ ആൻസർ വരുന്നത് എത്രയാണ്? 2 lakh ആണ്. ഓക്കെ, നമ്മുടെ ഈ പറഞ്ഞ പോലെ ക്യാപിറ്റൽ അക്കൗണ്ടാണ് നമ്മൾ ഡിബെഞ്ചറിന്റെ കാര്യം സെറ്റ് ചെയ്യുന്നത്. ഇപ്പുറത്തോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി അഡ്ജസ്റ്റഡ് ആയി. 63ാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് വാട്ട് ഈസ് ദ ട്രീറ്റ്മെന്റ് ഓഫ് ഡിപ്രിസിയേഷൻ ഓൺ ഫിക്സഡ് അസറ്റ് അണ്ടർ ഡബിൾ അക്കൗണ്ട് സിസ്റ്റം? അപ്പൊ നമുക്ക് നോർമൽ സിംഗിൾ ഇതിനകത്തും ഡബിളിനകത്തും വരുന്ന വ്യത്യാസമാണ് ഒരു വ്യത്യാസമാണ് എന്ത്?
ഡിപ്രിസിയേഷന്റെ കാര്യം നമ്മൾ അവിടെ ആയിരുന്നപ്പോൾ നമ്മൾ ഡിപ്രിസിയേഷൻ സിമ്പിൾ ആയിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും, നമ്മുടെ അസറ്റിനായിട്ട് ഇതാക്കുകയാണ്. പക്ഷെ ഇവിടെ അങ്ങനെ, ഇവിടെ നമ്മൾ സെപ്പറേറ്റ് ഒരു ഫണ്ട് ക്രിയേറ്റ് ചെയ്യും അല്ലെ, ഒരു ഡിപ്രിസിയേഷൻ ഫണ്ട് എന്ന് പറഞ്ഞ ഒരു ഫണ്ട് ക്രിയേറ്റ് ചെയ്യും, അതിലാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതിലോട്ട് എന്തായിരിക്കും നമ്മൾ ചെയ്യുന്നത്? നോർമലി ഡിപ്രിസിയേഷൻ നമ്മുടെ അസറ്റിൽ ക്രെഡിറ്റ് ചെയ്യും. ഇവിടെ അതേപോലെ, ഇവിടെ അസറ്റിന് ഡിപ്രിസിയേഷന് പകരം ഡിപ്രിസിയേഷൻ ഫണ്ട് എന്ന് പറഞ്ഞ് നമ്മളത് ക്രെഡിറ്റ് ചെയ്യും. അപ്പൊ റവന്യൂ അക്കൗണ്ട് ടു ക്രെഡിറ്റ്, റവന്യൂ അക്കൗണ്ട് ടു ഡിപ്രിസിയേഷൻ ഫണ്ട് അക്കൗണ്ട് എന്നാണ് വരുന്നത്. അപ്പൊ ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. നമ്മൾ ഡിപ്രിസിയേഷൻ ഫണ്ട് അക്കൗണ്ടിലോട്ടാണ് ഇതിനെ ക്രെഡിറ്റ് ചെയ്യുന്നത്, അത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ദെൻ 64ാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ വിത്ത് റെസ്പെക്ട് ടു ദി ഡബിൾ അക്കൗണ്ടിങ് സിസ്റ്റം. ഡബിൾ അക്കൗണ്ടിങ് സിസ്റ്റത്തിനെ കുറിച്ചുള്ള 3 സ്റ്റേറ്റ്മെന്റ് ആണ്. അതിൽ കറക്റ്റ് ആയിട്ടുള്ള ട്രൂ ആയിട്ടുള്ളത് ഏതാണ്? ഇപ്പൊ നോക്കിയേ, ഫസ്റ്റ് വൺ വന്നിട്ട് പബ്ലിക് യൂട്ടിലിറ്റി കൺസേൺ ഫോളോ ഡബിൾ അക്കൗണ്ട് സിസ്റ്റം. അറിയാം, ഇലക്ട്രിസിറ്റി, ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ, അങ്ങനെയുള്ള പബ്ലിക് യൂട്ടിലിറ്റി കൺസേൺസ് ആണ് നമ്മുടെ ഡബിൾ അക്കൗണ്ട് സിസ്റ്റം ഫോളോ ചെയ്യുന്നത്, അത് ശരിയാണ്. ദെൻ ഷെയർ ഫോർഫീറ്റഡ് account is shown on the liability side of the general balance sheet. ആണോ? അത് ക്യാപിറ്റൽ സൈഡിലാണ് കാണിക്കുന്നത്. ക്യാപിറ്റലിന്റെ അണ്ടർ ഷെയർ ഹോൾഡർ ഫണ്ട് എന്ന് പറഞ്ഞാണ് നമ്മൾ എടുക്കേണ്ടത്, അല്ലാതെ അത് ലൈബിലിറ്റിയിലല്ല വരുന്നത്. സോ ഇത് റോങ് ആണ്. ലോൺസ് ആൻഡ് ഡിബെഞ്ചേഴ്സ് ആർ ഷോൺ ഇൻ ദി ക്യാപിറ്റൽ അക്കൗണ്ട്. അതെ, നമ്മുടെ ക്യാപിറ്റൽ റെസീറ്റ് അല്ലേ. സോ ക്യാപിറ്റൽ റെസീറ്റ് ആകുമ്പോൾ അത് എങ്ങോട്ട് കാണിക്കത്തുള്ളൂ? നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് കാണിക്കുന്നത്. സോ അതും ശരിയാണ്. സോ ഇവിടെ ആൻസർ വന്നിട്ട് 1ഉം 3ഉം ശരിയാണ്. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ഓൺലി 1 and 3. പിന്നെ അടുത്തത് 65ാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് റിസർവ് ക്യാപിറ്റൽ ആൻഡ് ക്യാപിറ്റൽ റിസർവ്. ഇപ്പൊ നോക്കിയേ, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ട് റിസർവ് ക്യാപിറ്റൽ ഈസ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് അൺകോൾഡ് ക്യാപിറ്റൽ. അപ്പം റിസർവ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വിളിക്കാതെ മാറ്റി വെച്ചിരിക്കുന്ന ക്യാപിറ്റലിനെയാണ് റിസർവ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതെ, നമ്മളിങ്ങനെ ഓതറൈസ്ഡ് ക്യാപിറ്റല്, ഇഷ്യൂഡ് ക്യാപിറ്റല്, കോൾഡ്, പെയ്ഡ്, അങ്ങനെ പെയ്ഡ് അപ്പ് അങ്ങനെ പറയത്തില്ല. അപ്പൊ അതിൽ ഏറ്റവും ഇതിൽ നമ്മൾ മാറ്റി എന്ന് വെച്ചാൽ വിളിക്കാതെ കമ്പനി മാറ്റി വെച്ചിരിക്കുന്നതിനെയാണ് നമ്മൾ റിസർവ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സോ അത് ശരിയാണ്. പിന്നെ അടുത്തത് ക്യാപിറ്റൽ റിസർവ് ഇസ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ പ്രോഫിറ്റ്. ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ മാറ്റി വെക്കുന്നതാണ് ക്യാപിറ്റൽ റിസർവ്, അതും ശരിയാണ്. ക്യാപിറ്റൽ റിസർവ് ക്യാൻ ബി യൂസ്ഡ് ടു റൈറ്റ് ഓഫ് ക്യാപിറ്റൽ ലോസസ്. അപ്പം ഈ നമ്മൾ മാറ്റി വെച്ചിരുന്നത് ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്ന് മാറ്റി വെച്ച് ക്രിയേറ്റ് ചെയ്ത ക്യാപിറ്റൽ റിസർവ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ വേറെ വന്ന ക്യാപിറ്റൽ ലോസ് ഒക്കെ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം, റൈറ്റ് ഓഫ് ചെയ്യാം, അത് ശരിയാണ്. ദെൻ സ്പെഷ്യൽ റെസൊല്യൂഷൻ ഈസ് റിക്വയർഡ് ടു ക്രിയേറ്റ് റിസർവ് ക്യാപിറ്റൽ. മീൻസ് എത്ര ഇത് ക്യാപിറ്റൽ റിസർവ് ആയിട്ട് വെക്കണം, അത് സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്ത് ആണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്, എത്ര മാറ്റി വെക്കണം എന്ന്. മീൻസ് വൈൻഡ് അപ്പ് ടൈമിൽ മാത്രം വിളിക്കാൻ വേണ്ടി മാറ്റി വെക്കുന്നത്. സോ അതും അങ്ങനെയാണ്. അപ്പൊ ഈ പറഞ്ഞ 4 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദി എബോവ്, എല്ലാം കറക്റ്റ് ആണ്. ഇനി അടുത്തത് 66ാമത്തെ ക്വസ്റ്റ്യൻ. ഡാഷ് ഈസ് എ സ്കീം അണ്ടർ വിച്ച് ദ കമ്പനി ഗീവ് ഓപ്ഷൻ or right but no obligation to its director, officer or employee to purchase share at a future date at a predetermined price. അപ്പൊ ഈ പറഞ്ഞ ഈ സ്കീമിന്റെ പേരെന്താണ്? ഫസ്റ്റ് വൺ വന്നിരിക്കുന്ന എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം അല്ലെങ്കിൽ സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ, സ്വെറ്റ് ഇക്വിറ്റി ഷെയർ, റൈറ്റ് ഷെയർസ്, ബോണസ് ഷെയർ. ഇതിൽ ബോണസ് ഷെയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഡിവിഡൻഡിന് നമ്മൾ ക്യാഷ് ആയിട്ട് കൊടുക്കാതെ ഷെയർ ഇഷ്യൂ ചെയ്യും. ഓക്കെ, റൈറ്റ് ഇഷ്യൂ എന്ന് പറയുമ്പോൾ റൈറ്റ് ഷെയർ എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ ക്യാപിറ്റൽ റേസ് ചെയ്യുമ്പോൾ അവർക്ക് അത് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് കൊടുക്കും. സ്വെറ്റ് ഇക്വിറ്റി ഷെയർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ എംപ്ലോയീസിനോ കമ്പനിയുടെ എംപ്ലോയീസിനോ ഡയറക്ടറിനോ അവരുടെ സർവീസിന് അവരുടെ ടെക്നിക്കലി അവർ തന്ന അസിസ്റ്റൻസിന് നമ്മൾ കൊടുക്കുന്നതാണ്. ഈ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ ആണ് ആ പേരിൽ തന്നെ ഉണ്ട്, അത് കമ്പനി എംപ്ലോയിക്കോ അല്ലെ ഡയറക്ടർക്കോ അല്ലെ ഓഫീസർക്കോ ഒരു ഓപ്ഷൻ കൊടുക്കുകയാണ്. ഫ്യൂച്ചർ ഒരു ഡേറ്റില് ഷെയർ പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുക, അല്ലെ റൈറ്റ് കൊടുക്കുകയാണ്. അപ്പൊ ആൻസർ വരുന്ന ഏതാണ്? ഓപ്ഷൻ എ ആണ്, എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ അല്ലെങ്കിൽ സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം. ദെൻ അടുത്തത് ഒരു ജേണൽ എൻട്രി ആണ്, സെക്യൂരിറ്റി പ്രീമിയം വരുന്ന സിറ്റുവേഷൻ. ഇപ്പൊ ഐഡന്റിഫൈ ദി ജേണൽ എൻട്രി ഫോർ സെക്യൂരിറ്റീസ് പ്രീമിയം പേയബിൾ വിത്ത് അലോട്ട്മെന്റ് മണി.
അലോട്ട്മെന്റ് മണിയുടെ കൂടെ സെക്യൂരിറ്റി പ്രീമിയം നമ്മൾ വാങ്ങുന്ന ആ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് എങ്ങനെയായിരിക്കും നമ്മുടെ എൻട്രി വരുന്നത്? അപ്പൊ ഓപ്ഷൻ എ വന്നിട്ട് സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട് അറ്റ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്, ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് അറ്റ് ടു ഷെയർ ക്യാപിറ്റൽ. ഓപ്ഷൻ ബി വന്നിട്ട് ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് അറ്റ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ടു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ്. ഓപ്ഷൻ സി വന്നിട്ട് ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് അറ്റ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ടു ബാങ്ക്. ഡി വന്നിട്ട് നൺ ഓഫ് ദി അബവ്. ഏതായിരിക്കും നമ്മള് ഓപ്ഷൻ ഈ പറഞ്ഞ ഓപ്ഷനകത്ത് ബി ആണ് വരുന്നത്. ഇപ്പൊ നമ്മള് 12 രൂപ, ഇപ്പൊ സപ്പോസ് 10 രൂപയാണ്, അതിൽ 12 രൂപ ഇത് വരുമ്പോ നമ്മൾ ചെയ്യുന്ന അങ്ങനെയല്ല. സെക്യൂരിറ്റി പ്രീമിയത്തോട് 2 പോവും, ഷെയർ ക്യാപിറ്റലോട്ട് 10 പോവും, അലോട്ട്മെന്റ് ടോട്ടൽ 12 അല്ലെ. അപ്പൊ ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. എന്താണ്? ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് അറ്റ് ടു ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റി പ്രീമിയം. അടുത്തത് വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് ഡിബെഞ്ചേഴ്സ്. ഇപ്പൊ ഡിബെഞ്ചേഴ്സിന്റെ ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഏതാണ് കറക്റ്റ്? ഫസ്റ്റ് വൺ വന്നിട്ട് ഡിബെഞ്ചേഴ്സ് ആർ ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റി. അതെ, ഓണറിന് വരുന്നത് ഇക്വിറ്റി ആകുമ്പോഴത്തേക്ക്, ഷെയർ ആകുമ്പോഴാണ് ഓണേഴ്സ് വരുന്നത്. ഇത് ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റി ആണ്. അപ്പൊ അത് ശരിയാണ്. ഡിബെഞ്ചേഴ്സ് ഹാവ് വോട്ടിംഗ് റൈറ്റ്. ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് വോട്ടിംഗ് റൈറ്റ് ഉണ്ടോ? ഇല്ല, ഇക്വിറ്റിക്കല്ലേ ഉള്ളൂ. ദെൻ അടുത്തത് ഡിബെഞ്ചേഴ്സ് ആർ അൺസെക്യൂർഡ്. അത് നമുക്ക് പറയാൻ പറ്റില്ല, എപ്പോഴും ആർ അൺസെക്യൂർഡ്, കാരണം സെക്യൂർഡ് ഡിബെഞ്ചേഴ്സും ഉണ്ട് അല്ലെ. അപ്പം ഡിബെഞ്ചേഴ്സ് അങ്ങനെ ജനറലൈസ് ആയിട്ട് പറഞ്ഞ് നമുക്ക് അൺസെക്യൂർഡ് എന്ന് പറയാൻ പറ്റില്ല, സെക്യൂർഡും ഉണ്ട്. ദെൻ ഡിബെഞ്ചർ ഹോൾഡേഴ്സ് ആർ ക്രെഡിറ്റേഴ്സ്. ഡിബെഞ്ചർ ഹോൾഡേഴ്സ് ആരാണ്? ക്രെഡിറ്റേഴ്സ് മാത്രമാണ്, ഓണേഴ്സ് അല്ല. അത് ശരിയാണ്. സോ ആൻസർ വന്നിട്ട് ഒന്നാമത്തതും നാലാമത്തതും ആണ് കറക്റ്റ്. അപ്പൊ 1ഉം 4ഉം ഓപ്ഷൻ ബി ആണ് വരുന്നത്. Then 69ാമത്തെ ക്വസ്റ്റ്യൻ, സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട് ക്യാൻ ബി അപ്ലൈഡ് ഓൺലി ഫോർ ദി ഫോളോയിങ് പർപ്പസസ്. ഇതിൽ ഏതൊക്കെ ആവശ്യത്തിന് വേണ്ടി, പർപ്പസിന് വേണ്ടി നമുക്ക് ഈ പറഞ്ഞ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ വരുന്നത് ടു ഇഷ്യൂ ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർ. അടുത്തത് വരുന്നത് ടു റൈറ്റ് ഓഫ് പ്രിലിമിനറി എക്സ്പെൻസസ് ഓഫ് ദി കമ്പനി. ദെൻ മൂന്നാമത്തെ വരുന്നത് ടു ബൈ ബാക്ക് ഇറ്റ്സ് ഓൺ ഷെയർസ്. നാലാമത്തെ വരുന്നത് ടു റൈറ്റ് ഓഫ് ഡിസ്കൗണ്ട് അലൗഡ് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് ഓർ ഡിബെഞ്ചർ ഓഫ് ദി കമ്പനി. സോ നമുക്ക് എന്തൊക്കെ ഈ 4 പേർപ്പസിനും വേണ്ടി നമുക്ക് ആരെ യൂസ് ചെയ്യാം? സെക്യൂരിറ്റി പ്രീമിയത്തിന് യൂസ് ചെയ്യാം. ബോണസ് ഷെയർ ആയിട്ട് ഇഷ്യൂ ചെയ്യാനാണെങ്കിലും, പ്രിലിമിനറി എക്സ്പെൻസ് റൈറ്റ് ഓഫ് ചെയ്യാനും, ഡിസ്കൗണ്ട് കൊടുത്ത് ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്തപ്പോൾ, ഷെയർ ഇഷ്യൂ ചെയ്തപ്പോൾ ഡിസ്കൗണ്ടിലാണ് കൊടുത്തെങ്കിൽ ആ എമൗണ്ട് റൈറ്റ് ഓഫ് ചെയ്യാൻ, ദെൻ ഷെയർസ് ബൈ ബാക്ക് ചെയ്യാൻ, ഇതിനൊക്കെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. സോ ആൻസർ വന്നിട്ട് ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദി അബവ്. Then 70ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് പ്രൊവിഷൻസ്. പ്രൊവിഷൻ റിലേറ്റ് ചെയ്ത ഫീച്ചർ എന്തൊക്കെയാണ്? അതിലേതാണ് കറക്റ്റ്? പ്രൊവിഷൻ ഈസ് എ ചാർജ് എഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ടു മീറ്റ് എനി സ്പെസിഫിക് ലയബിലിറ്റി ഇൻ ദ ഫ്യൂച്ചർ. അതെ, ഫ്യൂച്ചറിൽ ഏതെങ്കിലും ഒരു ലയബിലിറ്റി മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രോഫിറ്റിൽ ചാർജ് ചെയ്യുന്ന എമൗണ്ട് ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പ്രൊവിഷൻ എന്ന് പറയുന്നത്. കറക്റ്റ് ആണ്. പ്രൊവിഷൻ ഈസ് കെപ്റ്റ് ഫോർ നോൺ ലയബിലിറ്റി. നമുക്ക് അറിയാവുന്ന ലയബിലിറ്റി, നമ്മൾ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്, പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട്, അങ്ങനെയൊക്കെ നമ്മൾ പറയത്തില്ല. അപ്പൊ അതെല്ലാം എന്താണ്? ഇപ്പൊ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് ചെയ്ത ആർക്ക് വേണ്ടിയാണ്? ബാഡ് ഡെപ്റ്റ് വരുമ്പോൾ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ അതൊക്കെ നോൺ ലയബിലിറ്റി ആണ്. അപ്പൊ പ്രൊവിഷൻ എപ്പോഴും നോൺ ലയബിലിറ്റി ആണ്, അതും കറക്റ്റ് ആണ്. ദെൻ പ്രൊവിഷൻ ഈസ് ഷോൺ ആസ് എ ഡിഡക്ഷൻ ഫ്രം ദി അസറ്റ്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അതാ ഇത് വരുമ്പോൾ നമ്മൾ ഡെറ്റേഴ്സിൽ നിന്ന് ആരെ കുറയ്ക്കും? ആ പ്രൊവിഷൻ എമൗണ്ട് നമ്മൾ കുറയ്ക്കും. അപ്പം ഏതാണോ കൺസേൺ അസറ്റ് അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് നമ്മൾ ഡിഡക്ട് ചെയ്യും. സോ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ദെൻ ഇറ്റ് ഈസ് ഷോൺ ഇൻ ദ ഫോം ഓഫ് അക്യൂമുലേറ്റഡ് ലയബിലിറ്റി. അതൊരു അക്യൂമുലേറ്റഡ് ലയബിലിറ്റി ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. സോ അതും അപ്പോൾ കറക്റ്റ് ആണ്. സോ ഈ പറഞ്ഞ 4 കാര്യങ്ങളും 4 സ്റ്റേറ്റ്മെന്റും പ്രൊവിഷൻ റിലേറ്റഡ് ആണ്. സോ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഇതിന് അടുത്തത് 71ാമത്തെ ചോദ്യം, സെക്ഷൻ വിച്ച് ഡിഫൈൻസ് കമ്പനി അണ്ടർ കമ്പനീസ് ആക്ട് 2013. ഈ റിലേറ്റഡ് ഒരു ക്വസ്റ്റ്യൻ നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു. ഇവിടെ വരുന്ന ഏതാണ്? സെക്ഷൻ 2 സബ്സെക്ഷൻ 20 ആണ്. 21 അതേപോലെ 22 ഒക്കെ. 21 വന്നിട്ട് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആണ്. ദെൻ ഇത് ഡിവിഡന്റിന്റെ കാര്യമാണ്. 3 വന്നിട്ട്
കമ്പനി റിലേറ്റഡ് മീൻസ് ഡെഫിനിഷൻ റിലേറ്റഡ് അല്ല. സോ ഓപ്ഷൻ ബി ആണ് വേണ്ടത്. Then 72ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് സ്റ്റോക്ക്? സ്റ്റോക്കിനെ കുറിച്ചിട്ടുള്ള 4 സ്റ്റേറ്റ്മെന്റ് ആണ്. കറക്റ്റ് ഏതാണ്? അപ്പൊ നോക്കിയേ, ഫസ്റ്റ് വൺ, എ സ്റ്റോക്ക് ഈസ് എ ബണ്ടിൽ ഓഫ് ഷെയർ ഓഫ് കമ്പനി. അപ്പം ഷെയർ എന്ന് പറഞ്ഞ ഒരു ഇൻഡിവിജ്വൽ യൂണിറ്റിനെയാണ് നമ്മൾ ഷെയർ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു കൺസോൾഡേറ്റഡ് അല്ലെ അതിന്റെ ഒരു ബണ്ടിൽ, അതിന്റെ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ സ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പൊ അത് ശരിയാണ്. ഷെയറിന്റെ ബണ്ടിലിനെ അല്ലെ ഗ്രൂപ്പിനെയാണ് അല്ലെ കൺസോൾഡേറ്റഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്റ്റോക്ക് എന്ന് പറയുന്നത്. ദെൻ സ്റ്റോക്ക് എപ്പോഴും എന്താണ്? ഫുള്ളി പെയ്ഡ് ആയിട്ടുള്ളതിനെയാണ് നമ്മൾ സ്റ്റോക്ക് എന്ന് പറയുന്നത്. അതും കറക്റ്റ് ആണ്. ദെൻ സ്റ്റോക്കിന് നോമിനൽ വാല്യൂ, ഇപ്പൊ ഷെയർ ഇപ്പൊ ഒരു ഷെയറിന് 10 രൂപ അല്ലെ ഒരു ഷെയറിന് 12 രൂപ അങ്ങനെ. പക്ഷെ സ്റ്റോക്ക് പറയുന്നത് നമ്മൾ ആ ബണ്ടിലും ഫുൾ ആണ്. 10,000 രൂപയുടെ സ്റ്റോക്ക്. അപ്പൊ 10,000 ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്, അല്ലാതെ ഒരെണ്ണത്തിന്റെ അല്ല നമ്മളവിടെ പറയാം. അപ്പൊ സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ കൺസോൾഡേറ്റഡ് വാല്യൂ ആണ് വരുന്നത്, നോമിനൽ വാല്യൂ അല്ല. സോ അതും ശരിയാണ്. ഓക്കെ. ദെൻ അടുത്തത് വന്നിട്ട് സ്റ്റോക്ക് ഹാവ് ഡിസ്റ്റിങ് നമ്പർ. അത് നമുക്ക് പറയാൻ പറ്റില്ല. മറ്റേ നമ്മൾ ഇത്ര ഷെയർ ഇത്ര നമ്പർ എന്ന് പറയുന്നത്, ഇതൊരു കൺസോൾഡേറ്റഡ് ഗ്രൂപ്പ് ആണ്, അവിടെ ഇത്ര നമ്പർ എന്ന് പറയാറില്ല. അപ്പൊ അങ്ങനെ പറയത്തില്ല. അപ്പൊ ഏതാണ്? 1, 2, 3 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ. കാരണം ഷെയർ ഇൻഡിവിജ്വൽ ആണെന്ന് പറഞ്ഞു. അപ്പൊ എത്ര എണ്ണം ഓരോ ഷെയറിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്പർ ചെയ്യാം. ഇവിടെ ഒരു ഗ്രൂപ്പാണ്, ഒരു ബണ്ടിലാണ്. ആ ബണ്ടിൽ മുഴുവത്തോടെയാണ് നമ്മൾ സ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എത്ര എണ്ണം ഉണ്ട് അല്ല ഒരെണ്ണത്തിന് എത്ര വാല്യൂ ഉണ്ടെന്നും ഇല്ല. അപ്പൊ ഓപ്ഷൻ എ ആണ് വരുന്നത്. അടുത്തത് 73ാമത്തെ ക്വസ്റ്റ്യൻ ഒരു ജേർണൽ എൻട്രി ആണ്. ഡിബഞ്ചർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ് വരുന്ന സിറ്റുവേഷനിൽ അപ്പൊ ഐഡന്റിഫൈ ദി കറക്റ്റ് ജേർണൽ എൻട്രി ഫോർ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്. ക്യാഷിന് പർപ്പസ് അല്ലാതെ നമ്മൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന ഏതാണ് എൻട്രി വരുന്നത്? അപ്പൊ അതിൽ ആദ്യത്തെ വരുന്നത് സൺട്രി, അസറ്റ് അക്കൗണ്ട് ഡെറ്റർ, ഗുഡ്വിൽ അക്കൗണ്ട് ഡെറ്റർ ടു ലയബിലിറ്റി ടു വെൻഡർ. ഇത് നമ്മള് ഇത് രണ്ടും എയും ബിയും നമ്മള് പർച്ചേസ് കൺസിഡറേഷന്റെ സിറ്റുവേഷൻ ആണ് എൻട്രി വരുന്നത്. അത് ഒരു ഫസ്റ്റിൽ വരുന്നത് എന്താണ്? ഗുഡ്വിൽ ആണ് അല്ലെ. ഗുഡ്വിൽ എന്ന് പറയുന്നത് എന്താണ്? അസറ്റിന്റെ വാല്യൂവിനെക്കാട്ടിൽ കൂടുതൽ പൈസ നമ്മൾ പേ ചെയ്യേണ്ടി വന്നു. അപ്പൊ അതുകൊണ്ടാണ് അവിടെ ഗുഡ്വിൽ എക്സസ് ആണ് വന്നത് അല്ലെ. നേരെ മറിച്ച് രണ്ടാമത്തെ സിറ്റുവേഷൻ വരുമ്പോഴോ ക്യാപിറ്റൽ റിസർവ് ആണ്. അവിടെ നമ്മൾ കൊടുത്ത നമ്മുടെ പർച്ചേസ് കൺസിഡറേഷനെക്കാട്ടിലും അല്ല നെറ്റ് അസറ്റിനെക്കാട്ടിലും ആ കമ്പനിയുടെ വാല്യൂവിനെക്കാട്ടിലും കുറവേ നമ്മൾ പർച്ചേസ് കൺസിഡറേഷൻ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ഈ രണ്ടും ആൻസർ വരും. ഇത് രണ്ടും പർച്ചേസ് കൺസിഡറേഷന്റെ 2 സിറ്റുവേഷൻ ആണ്. ഓക്കെ. ഒന്ന് നെറ്റ് അസറ്റ് കൂടുന്നതും നമ്മുടെ പർച്ചേസ് കൺസിഡറേഷൻ കുറയുന്നതും, മറ്റേത് പർച്ചേസ് കൺസിഡറേഷൻ കുറയുന്നത് നെറ്റ് ഇത് കൂടുന്നു. അപ്പം രണ്ടും കറക്റ്റ് ആണ്. രണ്ടും ഈ പറഞ്ഞ ഡിബഞ്ചർ ഇഷ്യൂഡ് ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ് ആണ്. അപ്പൊ ആൻസർ വരുന്ന ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ഇനി അടുത്തത് 74ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് അബൌട്ട് ഓവർ സബ്സ്ക്രിപ്ഷൻ? നമ്മൾ ഇഷ്യൂ ചെയ്തത് ഒരുപാട് അവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുമ്പോഴാണ് ഓവർ സബ്സ്ക്രിപ്ഷൻ വരുന്നത്. നമ്മൾ 10 അല്ലെ 100 ഷെയർ ഇഷ്യൂ ചെയ്തു, 110 എണ്ണത്തിന് ആപ്ലിക്കേഷൻ വന്നു. ഓക്കെ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇപ്പോ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് അബൌട്ട് ദി ഓവർ സബ്സ്ക്രിപ്ഷൻ? ഓവർ സബ്സ്ക്രിപ്ഷൻ ഓഫ് ഷെയർ ലീഡ്സ് ടു ഇനി പറഞ്ഞ 3 കാര്യത്തിൽ ഏതാണ് ചെയ്യുന്നത്? ഫസ്റ്റ് വൺ വരെ ടോട്ടൽ റിജക്ഷൻ ഓഫ് സം. നേരത്തെ പറഞ്ഞ 100 എണ്ണം ആണ് നമ്മൾ പ്ലാൻ ചെയ്ത് 120 വന്നു. സോ 20 എണ്ണത്തിനെ കംപ്ലീറ്റ്ലി നമ്മൾ റിജക്ട് ചെയ്യും. ഓക്കെ. അത് നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ അത് കറക്റ്റ് ആണ്. ദെൻ അടുത്തത് അക്സെപ്റ്റ് ഓഫ് സം ആപ്ലിക്കേഷൻ ഇൻ ഫുൾ. കുറെ ബാക്കിയുള്ളത് 100 എണ്ണത്തിനെ കംപ്ലീറ്റ്ലി നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. അത് അങ്ങനെയും ചെയ്യാം. ദെൻ അല്ലെങ്കിൽ പ്രോ റൈറ്റ ബേസിൽ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് കൊടുക്കും. എന്നുവെച്ചാൽ 120 ആപ്ലിക്കേഷനും ആരെയും റിജക്ട് ചെയ്യാതെ എല്ലാവർക്കും ഒരു പ്രൊപ്പോർഷനേറ്റ് ബേസിസിൽ കൊടുക്കും. അങ്ങനെ ഓവർ സബ്സ്ക്രിപ്ഷന്റെ സിറ്റുവേഷനിൽ ചെയ്യാറുണ്ട്. അപ്പൊ എന്താണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ആണ്. 3 നമ്മൾ ഫോളോ ചെയ്യും. 3 മെത്തേഡും ഫോളോ ചെയ്യാം. ദെൻ അടുത്തത് 75ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് കോൾ സിനേറിയോ? കോൾ സിനേറിയോ എന്ന് വെച്ചാൽ എന്താ? നമ്മള് കമ്പനി കോൾ ചെയ്തു, പക്ഷെ ഷെയർ ഹോൾഡേഴ്സ് പേ ചെയ്തില്ല. അപ്പൊ അതാണ് കോൾ സിനേറിയോ വരുന്നത്. അപ്പം സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, ഫസ്റ്റ് വൺ വന്നിട്ട് ഇറ്റ് ഈസ് ദി എമൗണ്ട് കോൾഡ് അപ്പ് ബൈ ദി കമ്പനി. ശരിയാണ്, കമ്പനി വിളിച്ച തുക എമൗണ്ട് ആണ്. ബട്ട് പെയ്ഡ് ബൈ ദി ഷെയർ ഹോൾഡർ ആണോ? ഷെയർ ഹോൾഡർ പെയ്ഡ് ചെയ്തോ? പെയ്ഡ് ചെയ്യാത്തതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോൾ സിനേറിയോ എന്നുള്ളത്. അപ്പൊ ഇത് തെറ്റാണ്.
അല്ലെ? ഇത് തെറ്റാണ്. രണ്ടാമത്തത് ഇറ്റ് ഈസ് ദി എമൗണ്ട് നോട്ട് ഡ്യൂ ടു ദി കമ്പനി ഫ്രം ദി ഷെയർ ഹോൾഡർ. അപ്പൊ കമ്പനിക്ക് ഡ്യൂ ആകാതെ, ഷെയർ ഹോൾഡറിൽ നിന്ന് കമ്പനിക്ക് കിട്ടാത്ത പൈസയാണ്. കിട്ടാത്ത പൈസയാണോ? കിട്ടണ്ടാത്ത പൈസയല്ല, കിട്ടാനുള്ള എമൗണ്ട് ആണ് എന്ത്? കോൾസ് ഇൻ ഏരിയ. അപ്പൊ അതുകൊണ്ട് ഇതും തെറ്റാണ്. ഓക്കെ. പിന്നെ അടുത്തത് ഇറ്റ് ഷോസ് ക്രെഡിറ്റ് ബാലൻസ്. അല്ല, അതിന് എന്ത് ബാലൻസ് ആണ് വരുന്നത്? കോൾസ് ഇൻ ഏരിയന് ഡെബിറ്റ് ബാലൻസ് ആണ്. സോ ആൻസർ വരുന്ന എന്താണ്? നൺ ഓഫ് ദി അബോൺ. ഇത് 3 സാധനങ്ങളും 3 സ്റ്റേറ്റ്മെന്റും കോൾസ് ഇൻ ഏരിയ റിലേറ്റഡ് അല്ല, മീൻസ് കോൾസ് ഇൻ ഏരിയ ആയിട്ട് കറക്റ്റ് അല്ല. ദെൻ 76ാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് ദി ഹയർ പർച്ചേസ് സിസ്റ്റം. ഹയർ പർച്ചേസ് സിസ്റ്റത്തിനാണ്ടല്ലോ നോക്കുമ്പോൾ ഈ പറഞ്ഞ താഴെ പറഞ്ഞ 3 സ്റ്റേറ്റ്മെന്റിൽ ഏതൊക്കെയാണ് കറക്റ്റ്? ഫസ്റ്റ് വൺ വന്നിട്ട് പൊസിഷൻ ഓഫ് ഗുഡ്സ് ഈസ് ട്രാൻസ്ഫർ ടു ദി ബയർ ഇമ്മീഡിയറ്റ്ലി. സാധനത്തിന്റെ പൊസഷൻ, ഫിസിക്കൽ, ഇത് അപ്പൊ തന്നെ ട്രാൻസ്ഫർ ചെയ്യും അല്ലെ? അത് കറക്റ്റ് ആണ്. ഓണർഷിപ്പ് പാസസ് ടു ദി ബയർ വെൻ ഹി പേ ഓൾ ഇൻസ്റ്റാൾമെന്റ്. ഇപ്പൊ ഓണർഷിപ്പ് എപ്പോ മാത്രമേ മാറത്തുള്ളൂ ഹയർ പർച്ചേസില്? എപ്പോഴാണോ ഇൻസ്റ്റാൾമെന്റ്, അവസാന ഇൻസ്റ്റാൾമെന്റ് വരെ ഉള്ള, അപ്പൊ 10 ഇൻസ്റ്റാൾമെന്റ്, 10ാമത്തെ ഇൻസ്റ്റാൾമെന്റ് അടച്ചു കഴിഞ്ഞാൽ മാത്രമേ ടൈറ്റിൽ ഓഫ് ഓണർഷിപ്പ് പാസ്സാകത്തുള്ളൂ അല്ലെ? ഒരാളിൽ നിന്ന്, സെല്ലറിൽ നിന്ന് ബയറിലോട്ട് മാറത്തുള്ളൂ. അപ്പൊ അതും ശരിയാണ്. ഇനി അടുത്തത് ദ പ്രോപ്പർട്ടി ഇൻ ദി ഗുഡ്സ് റിമൈൻസ് വിത്ത് വെൻഡർ ടിൽ ദി ലാസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ഈസ് പെയ്ഡ്. ഇവിടെ പ്രോപ്പർട്ടി ഇൻ ഗുഡ്സ് റിമൈൻ വിത്ത് ദി വെൻഡർ എന്ന് പറഞ്ഞാൽ അവിടെ ഓണർഷിപ്പിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. പ്രോപ്പർട്ടിയുടെ ഓണർഷിപ്പ്, പൊസഷൻ അല്ല, ഓണർഷിപ്പ് ഈ പറഞ്ഞ ലാസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കുന്നവരെ വെൻഡറിന്റെ കയ്യിലായിരിക്കും. സോ അതും കറക്റ്റ് ആണ്. അപ്പൊ ആൻസർ എന്താ വരുന്നത്? ഓൾ ഓഫ് ദി. എല്ലാ ഈ പറഞ്ഞ 3 സ്റ്റേറ്റ്മെന്റും ഹയർ പർച്ചേസ് റിലേറ്റഡ് കറക്റ്റ് ആണ്. ഇനി അടുത്തത് 77ാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് ദി സോഴ്സ് ഓഫ് ഡിവിഡന്റ്. നമ്മൾ ഡിവിഡന്റ് ഇഷ്യൂ ചെയ്യുമ്പോൾ എന്തൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഡിവിഡന്റ് ഇഷ്യൂ ചെയ്യുന്നത്, അല്ലെ ഡിവിഡന്റ് കൊടുക്കുന്നത്? എന്തൊക്കെ വെച്ചിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും നോക്കിയേ. കറന്റ് ഇയേഴ്സ് പ്രോഫിറ്റ് ആഫ്റ്റർ ഡിപ്രിസിയേഷൻ. ഡിപ്രിസിയേഷൻ കഴിച്ചിട്ടുള്ള കറന്റ് ഇയർ പ്രോഫിറ്റ് വെച്ച് അതിൽ നിന്ന് നമുക്ക് ഡിവിഡന്റ് കൊടുക്കാം, പ്രശ്നമൊന്നുമില്ല. അതെ, പ്രീവിയസ് ഇയറും അതേപോലെ ഡിപ്രിസിയേഷൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള പ്രോഫിറ്റിൽ നിന്ന് നമുക്ക് ഡിവിഡന്റ് കൊടുക്കാം. കറന്റ് ഇയറിന്റെ നമ്മുടെ പ്രീവിയസ് ഇയറിന്റെ പ്രോഫിറ്റിൽ നിന്ന് കൊടുക്കാം. അതെ, മണി പ്രൊവൈഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ് ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ് ഫോർ ദി പേയ്മെന്റ് ഓഫ് ഡിവിഡന്റ്. അപ്പം എന്തിനാണ് ഡിവിഡന്റ് കൊടുക്കാൻ വേണ്ടി ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്ത എമൗണ്ട്, സോ അതിൽ നിന്നും കൊടുക്കും. എന്താണ്? ഓൾ ഓഫ് ദി എബോവ് ആണ് ആൻസർ വരുന്നത്. ഈ പറഞ്ഞ 4 നമ്മുടെ ഡിവിഡന്റിന്റെ സോഴ്സ് ആണ്. 4ഉം യൂസ് ചെയ്ത് നമുക്ക് ഡിവിഡന്റ് കൊടുക്കാം. ദെൻ അടുത്തത് 78ാമത്തെ ക്വസ്റ്റ്യൻ under section 197 of Companies Act 2013 which of the following statements regarding managerial remuneration are correct? അപ്പൊ മാനേജേഴ്സിന് കൊടുക്കുന്ന റെമ്യൂണറേഷൻ, അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, ക്രൈറ്റീരിയാസ് ഉണ്ട്. സോ അത് ഈ പറഞ്ഞ സെക്ഷൻ 197 പ്രകാരം എന്താണ് പറയുന്നത്? ഫസ്റ്റ് വൺ വന്നിട്ട് ടോട്ടൽ മാനേജറിയൽ റെമ്യൂണറേഷൻ ടു ഡയറക്ടേഴ്സ് ഇൻക്ലൂഡിംഗ് മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ഓൾ ടൈം ഡയറക്ടർ cannot be exceeds 11% of net profit. അപ്പൊ നമ്മുടെ നെറ്റ് പ്രോഫിറ്റിന്റെ 11% കൂടുതൽ ആകാൻ പാടില്ല എന്ത്? ഡയറക്ടേഴ്സിന് കൊടുക്കുന്ന റെമ്യൂണറേഷൻ. അത് അങ്ങനെ ഉണ്ട്, അത് നമുക്കത് ഒരു ക്രൈറ്റീരിയ ഉണ്ടതാണ്. സോ അത് കറക്റ്റ് ആണ്. ദെൻ അടുത്തത് ഇഫ് എ കമ്പനി ഹാസ് നോ ഓർ ഇനാഡിക്വേറ്റ് പ്രോഫിറ്റ് ഷെഡ്യൂൾ 5 അപ്ലൈസ് ഫോർ റെമ്യൂണറേഷൻ ലിമിറ്റ്. ഇപ്പം ഈ പറഞ്ഞ പോലെ നെറ്റ് പ്രോഫിറ്റ് ഇല്ല, അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റിന്റെ ഇനാഡിക്വേറ്റ് ആയിട്ടേ ഉള്ളെങ്കിൽ ഇപ്പൊ നമുക്ക് ഈ പറഞ്ഞ 11 ആ ഒരു ഇത് നോക്കത്തില്ല. അപ്പൊ നമ്മള് ഷെഡ്യൂൾ 5 എന്താണോ ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ചായിരിക്കും കൊടുക്കുന്നത്. പെർമിസിബിൾ ആയിട്ടുള്ള എത്രയാണോ, മീൻസ് മിനിമം എത്രയാണോ കൊടുക്കുന്നത്, അപ്പൊ അതും കറക്റ്റ് ആണ്. ഇൻ കേസ് ഓഫ് ഇനാഡിക്വേറ്റ് പ്രോഫിറ്റ് മാനേജറിയൽ റെമ്യൂണറേഷൻ ക്യാൻ ബി പെയ്ഡ് വിത്തൌട്ട് സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവൽ സബ്ജക്ട് ടു ഷെഡ്യൂൾ 5. അതിപ്പോ പറഞ്ഞ പോലെ ഷെഡ്യൂൾ 5ന്റെ അനുസരിച്ചിട്ടാണ് നമ്മൾ അത് നോക്കുന്നത്, അല്ല ഗവൺമെന്റിന്റെ ഒരു അപ്രൂവലോ കാര്യമില്ല. ഷെഡ്യൂൾ 5 പറഞ്ഞ അനുസരിച്ചാണ്. പിന്നെ അടുത്തത് സിറ്റിംഗ് ഫീ ടു ഡയറക്ടേഴ്സ് ആർ എക്സ്ക്ലൂഡഡ് ഫ്രം മാനേജീരിയൽ റെമ്യൂണറേഷൻ. മാനേജീരിയൽ റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞൊരു ടേമിനകത്ത് എന്ത് വരില്ല? സിറ്റിംഗ് ഫീസ്
ഡയറക്ടേഴ്സിന് കൊടുക്കുന്ന സിറ്റിംഗ് ഫീസ് വരില്ല. സോ അതും കറക്റ്റ് ആണ്. അപ്പം ഓപ്ഷൻ എന്താണ്? ഡി ആണ് വരുന്നത്. ഈ പറഞ്ഞ 4 സ്റ്റേറ്റ്മെന്റ്സും ഈ മാനേജർ റെമ്യൂണറേഷൻ അണ്ടർ സെക്ഷൻ 197 പറയുന്ന കാര്യങ്ങളാണ്. ദെൻ 79ാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കറക്റ്റ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് കമ്പനി ഫൈനൽ അക്കൗണ്ട്സ്. ഓക്കെ, ഫൈനൽ അക്കൗണ്ട്സിന്റെ ഇതിൽ നോക്കുമ്പോൾ നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന സിറ്റുവേഷനിൽ ഈ പറഞ്ഞ ഏതൊക്കെയാണ് കറക്റ്റ്? ഫസ്റ്റ് ഓപ്ഷൻ വന്നിട്ട് ഡിപ്രിസിയേഷൻ ഈസ് ആൻ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്. ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് ഒരു അപ്രോപ്രിയേഷൻ അല്ല, പകരം എന്താണ്? നമ്മൾ ചാർജ് ചെയ്യുമല്ലേ? ഓക്കെ, then preference dividend is shown under finance cost. അല്ല, നമ്മള് ഫിനാൻസ് കോസ്റ്റ് ആയിട്ടല്ല എന്തിനെ കൺസിഡർ ചെയ്യുന്നത്? നമ്മുടെ എന്തുവാ പ്രിഫറൻസ് ഡിവിഡൻഡ് കൺസിഡർ ചെയ്യുന്നത് ഫിനാൻസ് കോസ്റ്റ് ആയിട്ടല്ല. ഓക്കെ, അത് നമ്മുടെ പ്രോഫിറ്റിൽ നിന്നുള്ള അപ്രോപ്രിയേഷൻ ആയിട്ടാണ് പറയുന്നത്. ഡിപ്രീസിയേഷൻ അപ്രോപ്രിയേഷൻ അല്ല, പകരം അത് ചാർജിങ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ആണ്. ഓക്കെ, ഇത് വരുന്നത് ഫിനാൻസ് കോസ്റ്റ് അല്ല. അപ്പൊ ഈ പറഞ്ഞ 2 സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. ഇനി അടുത്തത് വരുന്നത് പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ഈസ് ആൻ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്. പ്രൊവിഷൻ ഫോർ ടാക്സേഷനും പ്രോഫിറ്റിൽ നിന്ന് അപ്രോപ്രിയേഷൻ ആണ്, അല്ല, അതും നമ്മൾ ചാർജിങ് ആണ്. പ്രോഫിറ്റിൽ നിന്ന് ചാർജ് ചെയ്യുന്നതാണ്, ചാർജിങ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ആണ് വരുന്നത്. ദെൻ ലാസ്റ്റ് പോയിന്റ് വന്നിട്ട് അപ്പം ഇതും തെറ്റാണ്, 1, 2, 3 തെറ്റാണ്. 4ാമത്തെ ഓപ്ഷൻ വന്നിട്ട് എന്താണ്? മാനേജറിയൽ റെമ്യൂണറേഷൻ ഈസ് ചാർജ് ടു ദി സ്റ്റേറ്റ്മെന്റ് ഓഫ് P&L ബിഫോർ അറൈവിംഗ് അറ്റ് പ്രോഫിറ്റ് ഫോർ അപ്രോപ്രിയേഷൻ. അത് നമ്മൾ P&L ചെയ്യുന്ന ഇത് കണ്ടുപിടിക്കുന്നതിനെക്കാട്ടിലും മുമ്പ് അത് ചാർജ് ചെയ്യും, മാനേജറിയൽ റെമ്യൂണറേഷൻ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫൈനൽ അതും കൂടെ അഡ്ജസ്റ്റ് ചെയ്യും, മാനേജറിയൽ റെമ്യൂണറേഷനും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫൈനൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസിലോട്ട് എത്തുന്നത്. അപ്പൊ അത് കറക്റ്റ് ആണ്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ഇനി അടുത്തത് 80ാമത്തെ ക്വസ്റ്റ്യൻ. അസേർഷൻ വന്നിട്ട് ഡിവിഡൻഡ് cannot be declared from revaluation reserve. ഇതാണ് നമ്മുടെ അസേർഷൻ. അതിനൊരു റീസൺ, അതിന്റെ റീസൺ ആയിട്ട് കൊടുത്തിരിക്കുന്നത് റിവാലുവേഷൻ reserve is an unrealized reserve and does not represent actual profit. ഓക്കെ, അപ്പൊ അത് കറക്റ്റ് ആണ്. ഡിവിഡൻഡ് നമുക്ക് ഡിവിഡൻഡ് cannot be declared. നമുക്ക് ഈ പറഞ്ഞ റിവാലുവേഷൻ റിസർവിൽ നിന്ന് നമുക്ക് ഡിവിഡൻഡിന് റിവാലുവേഷൻ റിസർവിൽ നിന്ന് നമുക്ക് ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റില്ല. കാരണം അതെന്താണല്ല, ആക്ച്വൽ പ്രോഫിറ്റ് അല്ല. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു എന്ത്, ഒന്നെങ്കിൽ നമുക്ക് കറണ്ട് ഇയർ പ്രോഫിറ്റിൽ നിന്ന് അല്ല പ്രീവിയസ് ഇയർ പ്രോഫിറ്റിൽ നിന്നൊക്കെ ഇത് കൊടുക്കാം. പക്ഷെ ഇത് ഇവിടെ റിവാലുവേഷൻ റിസർവ് എന്ന് പറയുന്നത് അത് ആക്ച്വൽ പ്രോഫിറ്റ് അല്ല. സോ അതുകൊണ്ട് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റില്ല? ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അത് അസേർഷന്റെ കറക്റ്റ് റീസൺ തന്നെയാണ്, റീസൺ കൊടുത്തിരിക്കുന്നത് കറക്റ്റ് ആണ്. സോ അപ്പൊ എന്താണ് വരേണ്ടത് ആൻസർ? ഓപ്ഷൻ എ അല്ലേ? ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ. അതേപോലെ ആർ ഇസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ. പിന്നെ അടുത്തത് റേഷ്യോ തന്നിട്ട് അതിന്റെ ഇന്റർപ്രിട്ടേഷൻ ആണ്. 2 കമ്പനിയുണ്ട്, കമ്പനി എ ആൻഡ് കമ്പനി ബി. അതിന്റെ കമ്പനി എക്ക് കറണ്ട് റേഷ്യോ വന്നിട്ട് 3.5 ആണ്, ബിയുടേത് 1.5 ആണ്. ക്വിക്ക് റേഷ്യോ വന്നിട്ട് കമ്പനി എക്ക് 1.2 ഉണ്ട്, ക്വിക്ക് റേഷ്യോ ബിയുടെ വന്നിട്ട് 0.8 ആണ്. ഇൻവെന്ററി ടേൺ ഓവർ എക്ക് 3ഉം ബിക്ക് 7ഉം ആണ്. അപ്പൊ ഇതിൽ ഇന്റർപ്രിട്ടേഷൻ 4 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇത് കറക്റ്റ്, ഇതിൽ ഏത് ഇന്റർപ്രിട്ടേഷൻ ആണ് ഈ പറഞ്ഞ ടേബിൾ അല്ലെ ഈ പറഞ്ഞ റേഷ്യോസിനെ കറക്റ്റ് ആയിട്ട് ഇന്റർപ്രിറ്റ് ചെയ്യുന്നതെന്നാണ് പറയേണ്ടത്. അപ്പൊ ഒന്നാമത്തത് വന്നിട്ട് കമ്പനി എ ഹാസ് എ സ്ട്രോങ്ങർ ലിക്വിഡിറ്റി ആൻഡ് ബെറ്റർ ഇൻവെന്ററി. അതിൽ പകുതി ശരിയാ അല്ലെ? കാരണം ലിക്വിഡിറ്റി കൂടുതലാണ്, 3.5 ഉണ്ട് അല്ലെ കമ്പനി എക്ക്. പക്ഷെ ഇൻവെന്ററി ടേൺ ഓവർ എന്താണ്? മോശമാണ്, 3 ഉള്ളു. അപ്പൊ അത് പകുതി ശരിയാണ്, പകുതി തെറ്റാണ്. അപ്പൊ ഇത് മുഴുവൻ നോക്കുമ്പോഴത്തേക്കും സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ് ശരി, ഇന്റർപ്രിട്ടേഷൻ കംപ്ലീറ്റ് ശരിയല്ല. അതെ, അടുത്തത് കമ്പനി കമ്പനി ബി ഹാസ് വീക്കർ ലിക്വിഡിറ്റി. അതെ, കമ്പനി ബിയെ സംബന്ധിച്ചിടത്തോളം ലിക്വിഡിറ്റി കുറച്ച് മോശമാണ്. പക്ഷെ എന്താണ്? ഇൻവെന്ററി മാനേജ്മെന്റ് നല്ലതാണ്, ബെറ്റർ ആണ്.
ഓക്കെ, അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. കാരണം രണ്ട് ശരിയാണ്, ഒന്ന് മോശമാണെന്നും പറയുന്നുണ്ട്, ഒന്ന് നല്ലതാണെന്നും പറയുന്നുണ്ട്. സിറ്റുവേഷനെ കറക്റ്റ് ആയിട്ട് ഇന്റർപ്രിറ്റ് ചെയ്തിട്ടുണ്ട്. സി വന്നിട്ട് ബോത്ത് കമ്പനി ആർ ഈക്വലി എഫിഷ്യന്റ് ഇൻ അസറ്റ് യൂസ്. ആണോ? രണ്ട് കമ്പനിയും അസറ്റ് യൂസിൽ എഫിഷ്യന്റ് അല്ല, അപ്പൊ അത് തെറ്റാണ്. ദെൻ അടുത്തത് നാലാമത്തെ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വന്നിട്ട് കമ്പനി ബീസ് ക്വിക്ക് റേഷ്യോ ഇൻഡിക്കേറ്റ് ഓവർ ഇൻവെസ്റ്റ്മെന്റ് ഇൻ കറന്റ് അസറ്റ്. ഓവർ അല്ല, അത് കുറവല്ലേ? ലോ ക്വിക്ക് റേഷ്യോ ആണ് കമ്പനി ബിക്ക് അല്ലെ. അപ്പൊ അവിടെ കറന്റിൽ ഇൻവെസ്റ്റ്മെന്റ് കുറവാണ്, ഓവർ ഇൻവെസ്റ്റഡ് അല്ല, ലോ ഇൻവെസ്റ്റഡ് ആണ്. അപ്പൊ അത് തെറ്റാണ്, കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ബിയുടേത് റേഷ്യോ കുറവായതുകൊണ്ട്, വാല്യൂ കുറവായതുകൊണ്ട് അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന അവിടെ ആ കറന്റ് അസറ്റിന്റെ ഇൻവെസ്റ്റ്മെന്റ് ലെസ് ആണ്, ഓവർ അല്ല. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. അപ്പം ഇവിടെ ഈ 4 ഇന്റർപ്രിട്ടേഷനിൽ കറക്റ്റ് ഏതാണുള്ളത്? ഓപ്ഷൻ ബി മാത്രമേ ഉള്ളൂ. രണ്ടും മീൻസ് സ്റ്റേറ്റ്മെന്റിൽ കംപ്ലീറ്റ് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആയിട്ട് ഇന്റർപ്രിറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ 82ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് റിഗാർഡിംഗ് റേഷ്യോ അനാലിസിസ്. പല ടൈപ്പ് റേഷ്യോസ് ഉണ്ട്, നമ്മൾ പഠിച്ച ലിക്വിഡിറ്റി, ആക്ടിവിറ്റി, ലിവറേജ്, പ്രോഫിറ്റ്, അങ്ങനെ ഒരുപാടില്ല. അപ്പൊ അതിന്റെ ആ ബേസിൽ 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, അതിൽ ഏതാണ് കറക്റ്റ്? ഫസ്റ്റ് വൺ വന്നിട്ട് ലിക്വിഡിറ്റി റേഷ്യോ primarily evaluate a firm's short-term solvency and ability to meet current obligation. അതെ, നമ്മുടെ ഷോർട്ട് ടേം അല്ല, നമ്മൾ ലിക്വിഡിറ്റിയെ കാണിക്കാനാണ് ലിക്വിഡിറ്റി റേഷ്യോ നമ്മൾ നോക്കുന്നത്. അത് വെച്ചിട്ടല്ലേ ഷോർട്ട് ടേം ആയിട്ടുള്ള നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒബ്ലിഗേഷൻ വന്നാൽ നമുക്കത് മീറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി, അതാണ് ലിക്വിഡിറ്റി റേഷ്യോ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അത് കറക്റ്റ് ആണ്. ആക്ടിവിറ്റി റേഷ്യോ വന്നിട്ട് നമ്മുടെ എഫിഷ്യൻസി ഓഫ് യൂട്ടിലൈസിങ് അസറ്റ് ഇൻ ജനറേറ്റിംഗ് സെയിൽസ് റവന്യൂ. സെയിൽസ് ആക്കി നമ്മുടെ റവന്യൂ ജനറേറ്റ് ചെയ്യാനുള്ള നമ്മുടെ എഫിഷ്യൻസി, നമ്മുടെ കപ്പാസിറ്റി, നമ്മുടെ അസറ്റിന്റെ കപ്പാസിറ്റി, അത് കാണിക്കുന്നതാണ് ആക്ടിവിറ്റി റേഷ്യോ. അതും ശരിയാണ്. ലിവറേജ് റേഷ്യോ റിഫ്ലക്ട് എന്താണ്? നമ്മുടെ ഡെറ്റ് ഇക്വിറ്റി ഇതൊക്കെയല്ലേ നമ്മൾ കാണിക്കുന്നത്, നമ്മുടെ ഫിനാൻഷ്യൽ റിസ്ക് ലോങ് ടേം ഇത്. അപ്പൊ അത് ആണ് ലിവറേജ് റേഷ്യോ പറയുന്നത്. ലിവറേജ് റേഷ്യോ റിഫ്ലക്ട് ദ എക്സ്റ്റെന്റ് ഓഫ് ലാൻഡ് ഓൺ ഡെറ്റ് ഫിനാൻസിങ് ആൻഡ് ഇറ്റ്സ് ഇഫക്ട് ഓൺ ഫിനാൻഷ്യൽ റിസ്ക്. കറക്റ്റ്, നമ്മൾ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ഒക്കെ നോക്കുന്നതല്ലേ. നാലാമത്തെ വന്നിട്ട് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ആർ ഇൻഡിപെൻഡന്റ് ഓഫ് സെയിൽസ് ആൻഡ് മെഷേഴ്സ് ഓൺലി ഓപ്പറേഷണൽ എഫിഷ്യൻസി. ആണോ? പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് തന്നെ നമ്മൾ കണ്ടുപിടിക്കുന്ന ആരുടെ ബേസിസിലാണ്? സെയിൽസും കൂടി നോക്കിയിട്ടാണ്. ഇപ്പൊ നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റും ആണ്, ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ആണ്. നെറ്റ് പ്രോഫിറ്റ് ആണ്, നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ അല്ലെ സെയിൽസ് ആണ്, നെറ്റ് സെയിൽസ് ആണ് നോക്കുന്നത്. അപ്പം അതപ്പം ഇൻഡിപെൻഡന്റ് ഓഫ് സെയിൽസ് അല്ല, അത് സെയിൽസും കൂടി വെച്ചിട്ടാണ് നമ്മൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് നോക്കുന്നത്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റ്. ബാക്കി മൂന്നും കറക്റ്റ് ആണ്. ബാക്കി മൂന്നും റേഷ്യോസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ആണ്. അപ്പൊ ഇവിടെ ആൻസർ വരുന്ന 1, 2, 3. അപ്പൊ ഏതാണ് 1, 2, 3 വരുന്ന? ഓപ്ഷൻ എ ആണ്, അതും കറക്റ്റ് ആണ്. ദെൻ 83ാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് കൺസിഡർ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അണ്ടർ AS അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 3. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 3 ആരെ കുറിച്ചാണ് പറയുന്നത്? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന്റെ കാര്യമാണ് AS 3 വരുന്നത്. അപ്പൊ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും വരുന്ന കുറച്ച് കാര്യങ്ങൾ, 4 സ്റ്റേറ്റ്മെന്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് ഫസ്റ്റ് വൺ വന്നിട്ട് ക്യാഷ് റിസീവ്ഡ് ഫ്രം ഇഷ്യൂ ഓഫ് ഡിബെഞ്ചർ ഈസ് ക്ലാസിഫൈഡ് ആസ് ഫിനാൻസിങ് ആക്ടിവിറ്റി. ഇപ്പൊ നമുക്കറിയാം, നമ്മള് ഓപ്പറേറ്റിംഗ്, ഇൻവെസ്റ്റിംഗ്, അതേപോലെ ഫിനാൻസിങ്, 3 ആയിട്ടാണ് നമ്മൾ ക്യാഷ് ഫ്ലോയിൽ ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ ഡിവിഡൻഡ് ഇഷ്യൂ ചെയ്യുന്നത്, അപ്പൊ നമ്മൾ ഡിവിഡൻഡ് ഇഷ്യൂ ചെയ്ത് നമ്മൾ ഫണ്ട് അറേസ് ചെയ്യുന്നത്, അപ്പൊ നമ്മുടെ കമ്പനിക്ക് വേണ്ടി ഫിനാൻസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഡിവിഡൻഡ് ഇഷ്യൂ ചെയ്തത്. അപ്പൊ ക്യാഷ് റിസീവ്ഡ് ഫ്രം ഇഷ്യൂ ഓഫ് ഡിബെഞ്ചർ എന്താണ്? ഫിനാൻസിങ് ആക്ടിവിറ്റി തന്നെയാണ്. സോ അത് ശരിയാണ്. ഡിവിഡൻഡ് പെയ്ഡ് ഇൻ ഫിനാൻസിങ് ആക്ടിവിറ്റി. ഡിവിഡൻഡ് പെയ്ഡ് ഈസ് ഫിനാൻസിങ് ആക്ടിവിറ്റി. നമ്മൾ ഇഷ്യൂ ചെയ്ത ഡിബെഞ്ചറിന് ഇപ്പൊ പറഞ്ഞു ഫിനാൻസിങ് ആക്ടിവിറ്റി, സോ അതിന് പേ ചെയ്യുന്ന ഡിവിഡൻഡ് എന്താണ്? അപ്പൊ ഫിനാൻസിങ് ആക്ടിവിറ്റി തന്നെയാണ്. നമ്മൾ പേ ചെയ്യുന്ന ഡിവിഡൻഡ് ഫിനാൻസിങ് ആക്ടിവിറ്റി. നമുക്ക് കിട്ടുന്ന ഡിവിഡൻഡ് റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത ഇൻവെസ്റ്റ്മെന്റിനാണ് നമുക്ക് ഡിവിഡൻഡ് കിട്ടുന്നത്, അല്ലെ? അപ്പൊ അതെന്താണ്? അത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയാണ്. അപ്പൊ അതും ശരിയാണ്. അക്വിസിഷൻ ഓഫ് മെഷീനറി by issue of share is disclosed as a cash outflow under investing activity. മെഷീനറി വാങ്ങുന്നത് പക്ഷെ ഇവിടെ എങ്ങനെയാ വാങ്ങിയത്? ഷെയർ ആണ് പകരം ഇഷ്യൂ ചെയ്തത്. അപ്പൊ ക്യാഷിന് ഔട്ട്ഫ്ലോ സംഭവിച്ചിട്ടില്ല.
ഞാൻ ഒരു മെഷീനറി പർച്ചേസ് ചെയ്തു, അതിന് പൈസക്ക് പകരം ഞാൻ എന്റെ കമ്പനിയുടെ ഷെയർ ആണ് കൊടുത്തത്. ഓക്കെ, അപ്പൊ അവിടെ അപ്പൊ എന്ത് വരില്ല, നമ്മുടെ ഇവിടെ സ്റ്റേറ്റ്മെന്റിൽ വരില്ല. കാരണം അവിടെ ക്യാഷിന്റെ ഇൻഫ്ലോയോ ഔട്ട്ഫ്ലോയോ വന്നാൽ മാത്രമേ നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ കാണിക്കത്തുള്ളൂ, അല്ലെ? ദെൻ റീപേയ്മെന്റ് ഓഫ് ലോൺ, ബാങ്ക് ലോൺ ഈസ് ഫിനാൻസിങ്. നേരത്തെ ഡിബഞ്ചർ പറഞ്ഞ പോലെ തന്നെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തത് എന്താണ്, ഒരു ഫിനാൻസിങ് ആക്ടിവിറ്റിയാണ്. സോ അതിന്റെ റീപേയ്മെന്റ് എന്ത് തന്നെയാണ്, ഫിനാൻസിങ് ആക്ടിവിറ്റിയാണ്. ഓക്കെ, ബാക്കി 3 സ്ഥലത്തും നമ്മുടെ ക്യാഷിന്റെ ഫ്ലോ വരുന്നുണ്ട്. അപ്പൊ അത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇതിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. മൂന്നാമത്തതിനെ സംബന്ധിച്ചിട്ട് അവിടെ ക്യാഷ് ഫ്ലോ വരുന്നില്ല, ക്യാഷിന്റെ ഔട്ട്ഫ്ലോ ഇൻഫ്ലോ ഒന്നും ഇല്ല. സോ അത് നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്തത് തെറ്റാണ്. അപ്പൊ ഓപ്ഷൻ വന്നിട്ട് 1, 2, 4, 1, 2, 4 ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്, ക്യാഷ് ഫ്ലോ. ദെൻ 84ാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് അത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആണ്. എ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഹൈലൈറ്റ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ബിറ്റ്വീൻ 2 ബാലൻസ് ഷീറ്റ്സിലെ. അതാണ് നമ്മുടെ അസേർഷൻ. കറക്റ്റ് ആണ്. നമ്മൾ ബാലൻസ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ കാണിക്കുന്നത് വർക്കിംഗ് ക്യാപിറ്റലിന്റെ ചേഞ്ച് ആണ് ബിറ്റ്വീൻ 2 ബാലൻസ് ഷീറ്റ്, 2 ബാലൻസ് ഷീറ്റ് ഡേറ്റ്സിലും അല്ല, അതിന്റെ വർക്കിംഗ് ക്യാപിറ്റലിന്റെ ചേഞ്ച് എന്താണെന്നാണ് നമ്മുടെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ കാണിക്കുന്നത്. ഇനി അടുത്തത് ഇതിന്റെ റീസൺ ആയിട്ട് കൊടുത്തിരിക്കുന്നത് എ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഫോക്കസ് ഓൺലി ഓൺ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലന്റ് ആൻഡ് ഇഗ്നോസ് നോൺ ക്യാഷ് അഡ്ജസ്റ്റ്മെന്റ്. ഇതല്ല ഇതിന്റെ റീസൺ. ഇത് ആരുടെയാണ്? ഈ പറഞ്ഞ ക്യാഷും ക്യാഷ് ഇക്വലന്റും നമ്മൾ നോക്കുന്ന ആരുടെ കാര്യത്തിലാണ്? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിലാണ് അത് വരുന്നത്, അല്ലെ? ഫണ്ട് ഫ്ലോയിലല്ല. അപ്പൊ ഇത് ഫണ്ട് ഫ്ലോയുടെ റീസൺ അല്ല, ഇത് ക്യാഷ് ഫ്ലോയുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. എന്താണ്? ക്യാഷിനെയും ക്യാഷ് ഇക്വലന്റിനെയാണ് ആര് നോക്കുന്നത്? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നോക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ എന്താണ്? ഇത് തെറ്റാണ്, ഈ റീസൺ അല്ല. അപ്പം അസേർഷൻ കറക്റ്റ് ആണ്, പക്ഷെ അതിന്റെ റീസൺ തെറ്റാണ്. അപ്പൊ ഓപ്ഷൻ സി ആണ് വരുന്നത്. ഇവിടെ അസേർഷൻ ട്രൂ ആണ്, പക്ഷെ റീസൺ ഫോൾസ് ആണ്. ദെൻ 85ാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് റിഗാർഡിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ കൺസെപ്റ്റിനെ കുറിച്ചുള്ള 4 സ്റ്റേറ്റ്മെന്റ് ആണ്. അതിൽ കറക്റ്റ് ഏതാണ്? ഫസ്റ്റ് വൺ വന്നിട്ട് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ കറന്റ് അസെറ്റ് ആൻഡ് കറന്റ് ലയബിലിറ്റി. ആണോ? കറന്റ് അസറ്റിന്റെയും കറന്റ് ലയബിലിറ്റിന്റെയും ഡിഫറൻസിനാണോ നമ്മൾ ഗ്രോസ് ക്യാപിറ്റൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്? അല്ല. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഓൾവേസ് ഈക്വൽ ടു ടോട്ടൽ കറന്റ് അസറ്റ് ആണോ? അല്ല. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ഈ പറഞ്ഞ കറന്റ് അസറ്റിന്റെയും കറന്റ് ലയബിലിറ്റിന്റെയും ഡിഫറൻസ്, അല്ലെങ്കിൽ കറന്റ് അസറ്റ് മൈനസ് കറന്റ് ലയബിലിറ്റി ആണ് നമ്മുടെ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പൊ ഓപ്ഷൻ സി കറക്റ്റ് ആണ്. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റെപ്രസെന്റ് ദ എക്സസ് ഓഫ് കറന്റ് അസറ്റ് ഓവർ കറന്റ് ലയബിലിറ്റി. ദെൻ ഓപ്ഷൻ ഡി അപ്പം എന്തായാലും തെറ്റാണ്, കാരണം ഈ ക്വസ്റ്റിൽ ഒരെണ്ണവേ ആൻസർ കറക്റ്റ് വരുന്നത്. അപ്പൊ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ റെപ്രസെന്റ് ലോങ് ടേം ഫണ്ട് ഇൻവെസ്റ്റഡ് ഇൻ ഫിക്സഡ് അസറ്റ് ആണോ? വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? കറന്റ് ഷോർട്ട് ടേം ആണ്. കറന്റ് അസറ്റിന്റെയും കറന്റ് ലയബിലിറ്റിയുടെയും കാര്യമാണ് പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റലിനകത്ത്. അപ്പൊ ഇതും തെറ്റാണ്. അപ്പൊ ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ഇനി അടുത്തത് 86ാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ നോട്ട് ട്രൂ അബൌട്ട് ഹോൾഡിംഗ് കമ്പനി. ഹോൾഡിംഗ് കമ്പനിയുടെ കാര്യത്തിൽ താഴെ പറഞ്ഞ 3 സ്റ്റേറ്റ്മെന്റിൽ കറക്റ്റ് അല്ല കേട്ടോ, നോട്ട് ട്രൂ. ഇത്രയും നേരം നമ്മൾ കറക്റ്റ് പറഞ്ഞാണ് വന്നത്. ഇവിടെ നോട്ട് ട്രൂ ആയിട്ടുള്ള ഏതാണ്? ഓപ്ഷൻ അല്ല, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ട് എവറി ഹോൾഡിംഗ് കമ്പനി മസ്റ്റ് പ്രിപ്പയർ എ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ്. മസ്റ്റ് അങ്ങനെ ഇല്ല. നമ്മുടെ എക്സംഷൻ ഉണ്ട്. ചില ടൈപ്പ് കമ്പനീസിൽ നമ്മുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അനുസരിച്ച് എക്സംഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ എല്ലാവർക്കും അങ്ങ് അടച്ച് ജനറലൈസ് ചെയ്ത് എല്ലാവരും ചെയ്യണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഇത് നോട്ട് ട്രൂ ആണ്, അല്ലെ? എന്നുവെച്ചാൽ ഇത് നമ്മുടെ ഓപ്ഷനിൽ നമ്മൾ എടുക്കേണ്ട സാധനം. ഇത്രയും നേരം നമ്മൾ ട്രൂ മാത്രമേ നോക്കി, ഇവിടുത്തെ ചോദ്യം നോട്ട് ട്രൂ എടുക്കേണ്ട. അപ്പൊ ഇത് നോട്ട് ട്രൂ ആണ്. ദെൻ അടുത്തത് എക്സസ് ഓഫ് കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഓവർ പ്രൊപ്പോർഷനേറ്റ് നെറ്റ് അസെറ്റ് ഓഫ് ദി സബ്സിഡറി. എന്ന് വെച്ചാൽ നമ്മുടെ സബ്സിഡിയുടെ നെറ്റ് അസെറ്റ് വാല്യൂവിനെക്കാട്ടിലും കൂടുതൽ കോസ്റ്റ് ഓഫ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്, നമ്മുടെ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് വന്നാൽ അതിനെ പറയുന്ന പേരാണ് ക്യാപിറ്റൽ റിസർവ്. ആണോ? അല്ല. അങ്ങനെ നമ്മൾ കൂടുതൽ എക്സസ് എമൗണ്ട് പേ ചെയ്യേണ്ട സിറ്റുവേഷനിൽ അതിന് പറയുന്നത് എന്താണ്? ഗുഡ്വിൽ ആണ്. നമ്മൾ അവരുടെ ഗുഡ്വിൽ ആയിട്ടാണ് അതിനെ ട്രീറ്റ് ചെയ്യുന്നത്. അവരുടെ ശരിക്കുള്ള നെറ്റ് വാല്യൂവിനെക്കാട്ടിലും നെറ്റ് അസെറ്റ് വാല്യൂവിനെക്കാട്ടിലും കൂടുതൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം അവരുടെ ഇത് അക്വയർ ചെയ്യാൻ വേണ്ടി. അപ്പൊ അതിനെ ഗുഡ്വിൽ എന്നാ പറയുന്നത്. അപ്പൊ ഇതും എന്താണ്? നോട്ട് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലെ? അടുത്തത് വരുന്നത് റിവാലുവേഷൻ പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് എ സബ്സിഡറി ഇസ് ക്യാപിറ്റൽ പ്രോഫിറ്റ്, അല്ലെ? റിവാലുവേഷൻ സബ്സിഡറി
വാല്യുവേഷൻ വരുന്നത് അത് ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ലോസ് ആണ്. അത് ശരിയാണ്. ഇവിടുത്തെ ക്വസ്റ്റ്യന് നോട്ട് ട്രൂ സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണ്? അപ്പൊ നോട്ട് ട്രൂ 1 ഉം 2 ആണ് നോട്ട് ട്രൂ. അപ്പൊ 1 ഉം 2 ഉം വരുന്ന ഓപ്ഷൻ ബി. ഓക്കെ. അടുത്തത് 87ാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് എ കമ്പനി വിച്ച് റീറ്റെയിൻ വോട്ടിംഗ് പവർ ഓർ കൺട്രോൾ of another company in spite of the fact that the company itself is already controlled by another entity is called. ഇവിടെ പ്രൊവിഷണൽ ആൻസർ കീ വെച്ചിട്ട് ആൻസർ വന്നിട്ടുള്ളത് ഇമ്മീഡിയറ്റ് ആണ്, ഇമ്മീഡിയറ്റ് കമ്പനി. പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്റർമീഡിയറ്റ് ആകാനും ഒരു ചാൻസ് ഉണ്ട്, ഒരു ഡൗട്ട് ആണ്. കാരണം ഇപ്പം നമ്മുടെ 3 കമ്പനീസ് ഉണ്ടെന്നിരിക്കട്ടെ. ഈ എ എന്ന് പറയുന്ന കമ്പനി ഹോൾഡിങ്ങും എ ബി എ സബ്സിഡറി ആണെന്നിരിക്കട്ടെ. അതേപോലെ ബിക്ക് ഒരു സബ്സിഡറി ഉണ്ട്, അതാണ് സി. ഓക്കെ. ഈ സിറ്റുവേഷനിൽ ബി എന്ന് പറയുന്നത് സിയുടെ ഒരു ഇമ്മീഡിയറ്റ് ഹോൾഡിംഗ് കമ്പനിയാണ്. സിയുടെ ഇമ്മീഡിയറ്റ് ആണ് ബി. ഓക്കെ. അതേപോലെ എയുടെയും സിയുടെയും ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. വെച്ചാൽ ഈ നമ്മൾ ഇപ്പൊ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വരുന്ന ഒരു മിഡിൽമാൻ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ബി എന്ന് പറയുന്നത് എക്ക് ബിയിൽ കൺട്രോൾ ഉണ്ട്, അതേപോലെ തന്നെ ബിക്ക് വേറൊരു കമ്പനിയുടെ ഹോൾഡിംഗ് കമ്പനിയാണ്. എയുടെ സബ്സിഡറി ആണ് ബി, അതേപോലെ ബി വേറൊരു കമ്പനിയുടെ ഹോൾഡിംഗും ആണ്. അപ്പൊ ഇങ്ങനെ ഇപ്പൊ ഈ സിറ്റുവേഷനിൽ ഈ ബി എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റും ആകാം ഇന്റർമീഡിയറ്റും ആകാം. അപ്പൊ അതൊരു ഡൗട്ട് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇന്റർമീഡിയറ്റ് എന്ന് പറയുന്നതിന്റെ ഒരു കൺസെപ്റ്റ് ഇങ്ങനെയാ വരുന്നത്. ഒരാളുടെ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ആ കമ്പനി ഒരു ഹോൾഡിംഗ് ആയിരിക്കും, പക്ഷെ വേറൊരു കമ്പനിയുടെ സബ്സിഡറി ആയിരിക്കും. ഓക്കെ. ആൻഡ് ഇന്റർമീഡിയറ്റ് ഹോൾഡിംഗ് കമ്പനി ഈസ് വൺ വിച്ച് കൺട്രോൾ അനദർ കമ്പനി. ഈ പറഞ്ഞ ആള് വേറൊരു കമ്പനിയെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, പക്ഷെ ഈ പറഞ്ഞ കമ്പനിയെ വേറൊരാളും കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരു മിഡിൽ മാൻ ആണ്. ഇപ്പൊ ഈ എയും ബിയും പറഞ്ഞ സിറ്റുവേഷൻ. എ എന്ന് പറഞ്ഞത് ബിയുടെ കാര്യം കേട്ടോ. എയെ സംബന്ധിച്ചിടത്തോളം ബി എന്ന് പറയുന്നത് ഒരു സബ്സിഡറി ആണ്, പക്ഷെ സിയെ സംബന്ധിച്ചോളം ബി എന്ന് പറയുന്ന ഒരു ഹോൾഡിംഗ് ആണ്. അപ്പൊ ഈ രണ്ടുപേരുടെ ഇടയിൽ നിൽക്കുന്ന ഒരു ഇത്. അപ്പൊ അതൊരു ഡൗട്ട് ആയിട്ടാണ് തോന്നിയത്. ഫൈനൽ വരുമ്പോഴത്തേക്കും നമുക്ക് കൺഫേം ചെയ്യാം. അതുകൊണ്ടാണ് ഞാനത് 2 ആൻസർ എന്നിട്ട് വെച്ചത്. പ്രൊവിഷനിലാണ് അത് സി ആയിട്ട് ഇമ്മീഡിയറ്റ് കൊടുത്തിരിക്കുന്നത്. ദെൻ അങ്ങനെ ഒരു 2 ക്വസ്റ്റ്യൻ എങ്ങാണ്ട് ഇച്ചിരി ഡൗട്ട് ആയിട്ടുണ്ടായിരുന്നു. ദെൻ 88ാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ നോട്ട് ട്രൂ അബൌട്ട് മൈനോറിറ്റി. ഇതും ഹോൾഡിംഗ് കമ്പനിക്കകത്ത് വരുന്നതാണ്. ഇവിടെയും നോട്ട് ട്രൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് അല്ലാത്ത ആരാണ്? അപ്പൊ ആദ്യത്തെ വന്നിരിക്കുന്നത് റെപ്രസെന്റ് ദി ക്ലൈം ഓഫ് ഔട്ട്സൈഡ് ഷെയർ ഹോൾഡർ ഓഫ് ദി സബ്സിഡറി. ഓക്കെ. അത് ട്രൂ ആണ് അല്ലേ? കാരണം ഷെയർ ഹോൾഡർ ഈ പറഞ്ഞ നമ്മുടെ ഹോൾഡിംഗ് അല്ലാതെ ഔട്ട്സൈഡേഴ്സിന്റെ ഷെയർ ഹോൾഡേഴ്സ് ഹോൾഡ് ചെയ്തിരിക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മൈനോറിറ്റി എന്ന് പറയുന്നത്. അവരുടെ ഒരു ക്ലൈം, ഔട്ട്സൈഡറിന്റെ ക്ലൈമിനെയാണ് നമ്മൾ മൈനോറിറ്റി പറയുന്നത്. അപ്പൊ അത് ശരിയാണ്. പിന്നെ അടുത്തത് ദ ടേം കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് ഈ സിനോണിം വിത്ത് മൈനോറിറ്റി. കൺട്രോളിംഗ് എന്ന് പറയുന്നത് ആരുടെ സിനോണിമാണ്? അത് മെജോറിറ്റി ഓഫ് ആൾക്കാർ വരുമ്പോഴല്ലേ അത് കൺട്രോളിംഗ് എന്നുള്ളൊരു കൺസെപ്റ്റ് വരുന്നത്. മൈനോറിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചാണ്. കൺട്രോളിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും കൂടുതൽ പേര് ഹോൾഡിംഗ് കമ്പനിയുടെ ഒരു ഇതായിട്ടാണ് കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് എന്തല്ല, മൈനോറിറ്റിയുടെ ഒരു സിനോണിം ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. അടുത്തത് വരുന്നത് ദ എമൗണ്ട് ഓഫ് മൈനോറിറ്റി ഇൻട്രസ്റ്റ് ഈസ് ഷോൺ ഓൺ ദി ലയബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. അതെ, നമ്മൾ ബാലൻസ് ഷീറ്റിന്റെ അല്ലെ ലയബിലിറ്റി സൈഡിലാണ് മൈനോറിറ്റി. കാരണം മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്ത് തന്നെയാണ്, കമ്പനിയുടെ ഷെയർ ഹോൾഡർ ഇതല്ലേ. അപ്പൊ അത് ബാലൻസ് ഷീറ്റിൽ നമ്മൾ ലയബിലിറ്റി സൈഡിലാണ് കാണിക്കുന്നത്. സോ അതും ശരിയാണ്. അപ്പൊ ഇവിടെ നോട്ട് ട്രൂ ആയിട്ടുള്ള ഒരാൾ മാത്രമേ ഉള്ളൂ. ആരാണ്? ഓപ്ഷൻ 1, രണ്ടാമത്തത്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 88ാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഡി. ഇനി അടുത്തത് 89 വന്നിട്ട് നമ്മുടെ ലിക്വിഡേഷന്റെ ഏരിയ എന്നൊരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ലിസ്റ്റ് അറ്റാച്ച്ഡ് ടു ദി സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് gives the list of assets that are specifically pledged in favor of fully secured and partly secured creditors. ലിസ്റ്റ് എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഓക്കെ. ഓരോ ലിസ്റ്റ് എന്താണെന്ന് പറയാം. എ എന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്മുടെ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന്റെ കാര്യമാണ്.
ക്രെഡിറ്റേഴ്സിന്റെ ഡീറ്റെയിൽസ് ആണ് ലിസ്റ്റ് എ വരുന്നത്. സി വരുന്നത് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ആണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ആയിരുന്നു. ഡി വന്നിട്ട് നമ്മുടെ ഡിബെഞ്ചർ ഹോൾഡേഴ്സിന്റെ കാര്യമാണ്. അപ്പം ആരാണ് ആൻസർ വരുന്നത്? ഈ പറഞ്ഞ എന്ത് അസറ്റ് ദാറ്റ് ആർ സ്പെസിഫിക്കലി പ്ലെഡ്ജ്ഡ് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അപ്പം ഇവിടുത്തെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, ലിസ്റ്റ് ഡി ആണ് വരുന്നത്. ദെൻ 90ാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് അതും ലിക്വിഡേഷന്റെ തന്നെയാണ്. ഇതും ഒരു ചെറിയ ഡൗട്ട് ഉണ്ട്. നമ്മള് പ്രയോറിറ്റി, നമ്മുടെ ഡെറ്റ് പേ ഓഫ് ചെയ്യുന്ന പ്രയോറിറ്റി എങ്ങനെയായിരിക്കും വൈൻഡ് അപ്പ് ടൈമില്? അതിന്റെ ഓർഡർ ആണ് ചോദിച്ചിരിക്കുന്നത്. നോർമലി നമ്മൾ പഠിച്ചിട്ടുള്ളത് ആദ്യം നമ്മൾ എന്താണ് വൈൻഡ് അപ്പിന്റെ എക്സ്പെൻസ് കോസ്റ്റ് ആണ് ഫസ്റ്റ് നമ്മൾ സെറ്റ് ഓഫ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഓരോ ഈ പറഞ്ഞ ക്രെഡിറ്റേഴ്സും അതേപോലെ പ്രിഫറൻഷ്യൽ ഡെപ്റ്റും ഫ്ലോട്ടിങ്ങും അൺസെക്യൂർഡ് ഒക്കെ അത് കഴിഞ്ഞാണ് വരുന്നത്. ഓക്കെ, അപ്പൊ നോർമലി എന്റെ ഒരു ഓർഡർ വരേണ്ടത് ഇങ്ങനെ തന്നെയാണ്. അപ്പൊ ആദ്യം കോസ്റ്റ് ആൻഡ് എക്സ്പെൻസ് ഓഫ് വൈൻഡിങ് അപ്പ്, ദെൻ വർക്ക്മാൻ ഡ്യൂ ആൻഡ് ഡെറ്റ് ഡ്യൂ ടു സെക്യൂർഡ്, ദെൻ പ്രിഫറൻഷ്യൽ ഡെപ്റ്റേഴ്സ്, ദെൻ ഫ്ലോട്ടിംഗ് ചാർജ്, അൺസെക്യൂർഡ്. ഈ എ ബി സി ഡി ഈ ഒരു ഓർഡറിൽ തന്നെയാണ് കറക്റ്റ് വരേണ്ടത്. പക്ഷെ പ്രൊവിഷണൽ ആൻസർ കീയില് ആൻസർ സി ആണ് കൊടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ കോസ്റ്റ് രണ്ടാമത്താണ് പറഞ്ഞിരിക്കുന്നത്. വൈൻഡ് അപ്പ് കോസ്റ്റ് രണ്ടാമത്തും ഈ പറഞ്ഞ സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ആദ്യം. പക്ഷെ നമ്മൾ ടെക്സ്റ്റിൽ നമ്മൾ പഠിച്ചതൊക്കെ ഈ പറഞ്ഞ ഈ ആദ്യം വൈൻഡ് അപ്പിന്റെ കോസ്റ്റും എക്സ്പെൻസും കഴിഞ്ഞിട്ട് വേണം ബാക്കി കൊടുത്തു പോകുന്നത്. അപ്പൊ അതൊരു ഡൗട്ട് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഫൈനൽ ആൻസറിൽ വരുമ്പോൾ നോക്കാം. ഓക്കെ, നോർമലി വരുന്ന ഓർഡർ ഇങ്ങനെ തന്നെയാണ്. ഈ പറഞ്ഞ കോസ്റ്റ് ആദ്യം എക്സ്പെൻസ്, വൈൻഡ് അപ്പ് എക്സ്പെൻസ്, പിന്നെ ഈ പറഞ്ഞ ക്രെഡിറ്റേഴ്സ്, പിന്നെ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ്, ഫ്ലോട്ടിംഗ് ചാർജ്, ദെൻ അൺസെക്യൂർഡ്. ഓക്കെ, ഇപ്പൊ പ്രൊവിഷനില് ഇത് ഇച്ചിരി ഒന്ന് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറേ ഉള്ളൂ, എയും ബിയും. ദെൻ 91 വന്നിട്ട് സാലറീസ് ഡ്യൂ ടു ക്ലർക്ക് ആർ പ്രിഫറൻഷ്യൽ ഫോർ എ പീരീഡ് നോട്ട് എക്സീഡിങ്. എത്ര നാള് ക്കുള്ളിലാണ് നമ്മൾ ഈ പറഞ്ഞ ഈ ക്ലർക്കിന്റെ സാലറി പ്രിഫറൻഷ്യൽ കാറ്റഗറി, പ്രിഫറൻഷ്യൽ ക്രെഡിറ്റർ എന്ന് പറഞ്ഞ ഒരു ഹെഡിന്റെ അകത്ത് വരുന്നത്? അത് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. സെക്ഷൻ 327 കമ്പനീസ് ആക്ടിന് 327 പ്രകാരം ഈ പറഞ്ഞ 4 months കൂടാത്തതിനാണ് നമ്മൾ ഈ പ്രിഫറൻഷ്യൽ പേയ്മെന്റ് അല്ല പ്രൊഫഷണൽ ക്രെഡിറ്റ് എന്ന് പറഞ്ഞ ഹെഡിൽ കാണിക്കുന്നത്. ദെൻ 92ാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് ഡിവിഡൻഡ് പെയ്ഡ് ബൈ സബ്സിഡറി to its holding company out of capital profit should be credited by the parent company in its ഏത് അക്കൗണ്ടിലോട്ടാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്? ഈ റെസിപ്രോക്കൽ ഹോൾഡിംഗ് നമ്മൾ പറഞ്ഞാൽ ഹോൾഡിംഗ് കമ്പനി സബ്സിഡറിയുടെ ഷെയർ ഹോൾഡ് ചെയ്യുന്നത്, അതേപോലെ സബ്സിഡറി ആരുടെ ഹോൾഡിംഗിന്റെ ഹോൾഡിംഗ് കമ്പനിയുടെ ഷെയർ ഉണ്ടെങ്കിൽ അവരുടെ കയ്യിൽ, അതാണ് നമ്മൾ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞത്. അപ്പൊ ആ സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും ഡിവിഡൻഡ് പേയ്മെന്റ് വരുന്നതിന്റെ അഡ്ജസ്റ്റ്മെന്റ് എവിടെയാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നത്? അപ്പൊ എവിടെയാണ് പേരന്റിൽ ചെയ്യുന്നത്? അവർക്ക് ഇവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് അല്ലെ? പേരന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. സോ അത് ഓപ്ഷൻ സി, ഷെയർ ഇൻവെസ്റ്റഡ് ഇൻ സബ്സിഡറി അക്കൗണ്ട് എന്ന് പറഞ്ഞ ഹെഡിലാണ് വരുന്നത്. 93ാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് കേസസ് ക്യാൻ വൈൻഡിങ് അപ്പ് ബി ഓർഡർഡ് ബൈ ദി ട്രിബ്യൂണൽ? കമ്പൽസറി വൈൻഡ് അപ്പിന്റെ സിറ്റുവേഷൻസ് ഏതൊക്കെ താഴെ പറഞ്ഞിരിക്കുന്നതിൽ ഏതൊക്കെ സിറ്റുവേഷൻ വെച്ചിട്ട് നമുക്ക് ഈ ട്രിബ്യൂണൽ അല്ലെങ്കിൽ കമ്പൽസറി വൈൻഡ് അപ്പ് ചെയ്യാം? ഫസ്റ്റ് വൺ വന്നത് ഇഫ് എ കമ്പനി ഹാസ് ബൈ സ്പെഷ്യൽ റെസൊല്യൂഷൻ, ഈ ഒരു കമ്പനിയിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്താൽ നമുക്ക് ഈ പറഞ്ഞ കമ്പൽസറി വൈൻഡ് അപ്പ് ഓക്കെ ആണ്. അതങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റും, വൈൻഡ് അപ്പ് പോസിബിൾ ആവും ട്രിബ്യൂണലിന്റെ അണ്ടറിൽ വെച്ചിട്ട്. ദെൻ അടുത്തത് വരുന്നതാണ് ഈ പറഞ്ഞ കമ്പനി എന്തെങ്കിലും ഈ രജിസ്ട്രാറിനകത്ത് ഫയൽ ചെയ്യാനോ അതേപോലെ അക്കൗണ്ട്സ്, ഫൈനൽ അക്കൗണ്ട്സോ ആനുവൽ റിട്ടേൺസോ ഒക്കെ കറക്റ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യുന്നില്ല, ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു 5 വർഷം ഇതൊന്നും സബ്മിറ്റ് ചെയ്തില്ല, അതിനൊരു ഫോൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ സിറ്റുവേഷനും നമുക്ക് ഈ ട്രിബ്യൂണലിൽ ഇത് വെച്ചിട്ട് കമ്പൽസറി വൈൻഡ് അപ്പിന് പോസിബിലിറ്റി ഉണ്ട്. നമുക്ക് ഇഫ് എ കമ്പനി ഹാസ് മെയ്ഡ് ഡിഫോൾട്ട് ഇൻ ഫയലിംഗ് വിത്ത് ദ രജിസ്ട്രാർ ഇറ്റ്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓർ ആനുവൽ റിപ്പോർട്ട് ഫോർ ഇമ്മീഡിയറ്റ്ലി പ്രൊസീഡിംഗ് 5 കൺസിക്യൂട്ടീവ് ഫിനാൻഷ്യൽ ഇയർ. 5 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഡിഫോൾട്ട് വരുത്തിയാൽ ഈ പറഞ്ഞ രജിസ്ട്രാറിന്റെ അടുത്ത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ല അക്കൗണ്ട്സ് ആനുവൽ റിപ്പോർട്ട് കറക്റ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യുന്നില്ലെങ്കിൽ, ഇതിങ്ങനെ ഡിഫോൾട്ട് വന്നാൽ അപ്പോഴും
എന്ത് കമ്പൽസറി വൈൻഡപ്പിന്റെ ഒരു കാരണമാണത്. Then if the company's actions are detrimental to the integrity and sovereignty of the India, നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കോ ഇതിന്റെ ഇന്റഗ്രിറ്റിയുടെ ഒക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് ഈ കമ്പനിയുടെ ആക്ഷൻ എന്ന് വെച്ചാൽ കമ്പനിയുടെ പ്രവർത്തനം അതിനെതിരെ ആയിട്ടാണെങ്കിൽ ആ സമയത്തും കമ്പനി വൈൻഡ് അപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇത്രയും ഇതപ്പൊ ഈ 3 എണ്ണം എന്താണ് കമ്പൽസറി വൈൻഡ് അപ്പിന്റെ റീസൺ ആണ്, കേസ് ആണ്. അപ്പൊ ആൻസർ എന്താ വരേണ്ടത്? ഓപ്ഷൻ ഡി അല്ലേ? 3 ഉണ്ട്, 1, 2, 3. സോ ആൻസർ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ അടുത്തത് ഒരു റിക്കൺസിലേഷൻ ആണ്. ഓക്കെ, the following facts are related to Omega Company Limited. You are required to find the profit as per financial account. നമ്മുടെ കോസ്റ്റിംഗിന്റെ ഇത് വെച്ചിട്ട് എത്ര രൂപ കോസ്റ്റ് അക്കൗണ്ട് പ്രകാരം പ്രോഫിറ്റ് എത്രയാന്ന് തന്നിട്ടുണ്ട്. 17,232 ആണ്. ദെൻ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ട്. ഡിവിഡൻഡ് വന്നിട്ടുള്ളതും ഗുഡ് വില്ല് റൈറ്റ് ഓഫ് ചെയ്തത്, അണ്ടർ റിക്കവറി ഓഫ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് ഉണ്ട്, അതേപോലെ ഓവർ റിക്കവറി ഓഫ് സെല്ലിംഗ് എക്സ്പെൻസ് ഉണ്ട്. ദെൻ ഫിനിഷ്ഡ് സ്റ്റോക്ക് എത്ര രൂപയുടെ ഉണ്ടായിരുന്നു, ക്ലോസിംഗ് വാല്യൂ എങ്ങനെയാണോ, ഇതൊക്കെ കുറച്ച് തന്നിട്ടുണ്ട്. സോ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അപ്പൊ ഈ നമ്മൾ ഈ റിക്കൺസിലേഷൻ പ്രോഫിറ്റ് റിക്കൺസിലേഷൻ പ്രിപ്പയർ ചെയ്യുന്ന എപ്പോഴാണ്? ഫൈനൽ അക്കൗണ്ട്സും കോസ്റ്റ് അക്കൗണ്ടും തമ്മിൽ ഡിഫറെന്റ്, അവരുടെ രണ്ടിന്റെ പ്രോഫിറ്റ് വ്യത്യസ്തമാകുമ്പോഴല്ലേ. അപ്പൊ ഇത് ഈ കോസ്റ്റിംഗ് വെച്ചിട്ടുള്ള പ്രോഫിറ്റ് ബേസ് ആക്കി വെച്ച് ഈ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ എത്ര രൂപ പ്രോഫിറ്റ് വരും എന്ന് കണ്ടുപിടിക്കുന്നതാണ് നമ്മുടെ ജോലി. ഓക്കെ, അപ്പൊ ഞാനതൊരു ടേബിൾ ആയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ പറഞ്ഞ 17,232 രൂപയാണ് നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിങ് പ്രകാരം കോസ്റ്റ് അക്കൗണ്ട് വെച്ചിട്ടുള്ള പ്രോഫിറ്റ്. അപ്പൊ അത് ഈ പറഞ്ഞ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ, അവിടെ ഓവർ റിക്കവറി ഉണ്ടായിരുന്നു, അപ്പൊ അതിവിടെ അഡ്ജസ്റ്റ് ചെയ്യണം, ആഡ് ചെയ്തു. ദെൻ ഡിവിഡൻഡ് റിസീവ് ചെയ്തത് അത് അവിടെ നമ്മൾ എടുക്കത്തില്ല, ഫിനാൻഷ്യലാണ് വരുന്നത്. അത് ഫിനാൻഷ്യലിനെ സംബന്ധിച്ചിടത്തോളം ഡിവിഡൻഡ് അത് ആഡ് ചെയ്യണം. ദെൻ ഗുഡ് വില്ല് റൈറ്റ് ഓഫ് നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ ഗുഡ് വില്ല് റൈറ്റ് ഓഫ് ചെയ്യും, സോ അത് നമ്മൾ ലെസ് ചെയ്യണം. ദെൻ അണ്ടർ അഡ്മിനിസ്ട്രേഷൻ വന്നത് അത് ലെസ് ചെയ്തു. ദെൻ സ്റ്റോക്കിലൊരു ഡിഫറൻസ്, ട്രേഡിംഗിൽ എടുക്കുന്ന സ്റ്റോക്കിന്റെ പോസ്റ്റിംഗിൽ എടുക്കുന്നതും രണ്ടാണ് അല്ലെ. അപ്പം ഫിനാൻഷ്യൽ അത് ട്രേഡിംഗ് പ്രകാരം വന്നിരിക്കുന്ന 8,200 രൂപയുള്ളൂ. പക്ഷെ കോസ്റ്റ് ഓഫ് ഇത് നമ്മുടെ കോസ്റ്റിംഗിന് വന്നിരിക്കുന്നത് 8,832. അപ്പൊ അവിടെ ഒരു ഡിഫറൻസ് വന്നിട്ടുണ്ട് അല്ലെ. ആ ഡിഫറൻസ് അഡ്ജസ്റ്റ് ചെയ്യണം. സോ അങ്ങനെ നമ്മൾ ഈ പറഞ്ഞ അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ പ്രോഫിറ്റ് ആസ് പെർ ഫിനാൻഷ്യൽ അക്കൗണ്ട് എത്ര കിട്ടും? 17,480 രൂപ കിട്ടും. ഇതാണ് നമ്മുടെ പ്രോഫിറ്റ് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ്. ഓപ്ഷൻ ഏതായിരുന്നു? ഓപ്ഷൻ ബി. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അഡ്ജസ്റ്റ്മെന്റ്സ് മാത്രം. ദെൻ അടുത്തത് 95ാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് വിച്ച് ഓഫ് ദി ഫോളോയിങ് ആട്രിബ്യൂട്ട് ആർ ഇൻകറക്റ്റ് ഫോർ ജോബ് കോസ്റ്റിംഗ്. ജോബ് കോസ്റ്റിംഗിനെ സംബന്ധിച്ചിടത്തോളം തെറ്റായിട്ടുള്ള ആട്രിബ്യൂട്ട് ഫീച്ചർ ഏതാണ്? താഴെ അപ്പൊ ഏതൊക്കെയാണ് ആട്രിബ്യൂട്ട്സ് നോക്കിയാൽ there is a predetermined flow line for a job and as such careful routine and scheduling is prerequisite for successful compliance. എന്ന് വെച്ചാൽ എന്താണ്? അത് ഇൻകറക്റ്റ് ആണോ? ഇപ്പൊ നമ്മൾ ആരുടെ കാര്യമാണ് പറയുന്നത്? നമ്മൾ ജോബ് പോസ്റ്റിംഗിന്റെ കാര്യമാണ് പറയുന്നത് അല്ലേ. ജോബ് പോസ്റ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പെർട്ടിക്കുലർ ജോലിയുടെ കാര്യമാണ് നമ്മൾ ചെയ്യുന്നത് അവിടെ. അത് നേരത്തെ നമ്മൾ പ്രീ പ്ലാൻ ചെയ്ത് ഇന്നൊരു ഫ്ലോ റുട്ടീൻ ഷെഡ്യൂൾ ചെയ്ത് അങ്ങനൊന്നും ഇതിന്റെ ആവശ്യം അവിടെ വരില്ല അല്ലേ. ഓരോന്നും വ്യത്യസ്തമായിരിക്കും. ഈ പറഞ്ഞ കാര്യം എവിടെയായിരിക്കും ആപ്ലിക്കബിൾ ആകുന്നത്? മീൻസ് ഒരു ഫ്ലോ ഉണ്ട്, ഒന്ന് കഴിഞ്ഞാൽ അടുത്തത്, അങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് പോകുന്ന നമ്മൾ എവിടെയാണ്? നമ്മൾ പ്രോസസ്സിലാണ് അങ്ങനെ ചെയ്യുന്നത് അല്ലെ. ഒരു പ്രോസസ്സിൽ പ്രോസസ് എ ബി സി എന്നുണ്ടെങ്കിൽ ആദ്യം പ്രോസസ് എ വന്നു, അത് കഴിയുമ്പോഴത്തേക്ക് അടുത്ത ഷെഡ്യൂൾ അങ്ങോട്ട് പോകും, അങ്ങനെ ഓരോന്നും അങ്ങനെ പോയി ഒരു ഫ്ലോ ഉണ്ട്. ജോബിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ജോലി, ഒരു പെർട്ടിക്കുലർ ജോലി ചെയ്യുക, അപ്പൊ അവിടെ ഓരോ ജോലി ആയിരിക്കും ഓരോ യൂണിറ്റ് ആയിട്ട് വരുന്നത്, കോഴ്സ് അല്ലേ. അപ്പൊ ഇത് എന്താണ്? ഇത് തെറ്റാണ്. ഇത് പ്രോസസ്സിന്റെ കാര്യമാണ്, ആട്രിബ്യൂട്ട് ആണ്, ജോബിന്റെ അല്ല. രണ്ടാമത്തെ വന്നിട്ട് ദ പ്രൊഡക്ഷൻ സൈക്കിൾ ഈസ് ലോങ് ആസ് ഓഫ് പ്രൊഡക്ഷൻ സൈക്കിൾ ലോങ് ടേം കോൺട്രാക്ട്. അവിടെ ആരുടെ കാര്യം പറഞ്ഞ നമ്മുടെ ഇത് കോസ്റ്റിംഗിന് കോൺട്രാക്ട് കോസ്റ്റിംഗിലാണ് ലോങ് ടേം അല്ല ഒരുപാട് നാളത്തെ ഒരു പ്രൊഡക്ഷൻ സൈക്കിൾ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെ. അല്ലാതെ ആരെ അല്ല, ജോബിനെ അല്ല. അപ്പൊ ഇവിടെ വരുന്നത് ഇത് ആരുടെ ആട്രിബ്യൂട്ട് ആണ്? ഇത് കോൺട്രാക്ടിന്റെ ആണ്, അല്ല കോൺട്രാക്ട് കോസ്റ്റിംഗിന്റെ ആണ് ആട്രിബ്യൂട്ട്. അപ്പൊ ഇതും
തെറ്റാണ്. തെറ്റ് മീൻസ് ജോബിനെ സംബന്ധിച്ചിടത്തോളം ഇത് തെറ്റാണ്. ഓക്കെ, ദെൻ അടുത്തത് വരുന്നത് ഇൻ ജോബ് each job is given a unique job number. Each job is a separate cost unit and cost independently. അത് ശരിയാ, നമ്മൾ ജോബ് കോസ്റ്റിംഗ് ചെയ്യുന്നത് അത് തന്നെയാണ്. ഓരോ ജോലിക്കും നമ്മൾ ഓരോ നമ്പർ കൊടുക്കും. ആ ഓരോ ജോലിയും നമ്മൾ സെപ്പറേറ്റ് ഓരോ കോസ്റ്റ് സെന്റർ ആയിട്ടാണ്, അത് കോസ്റ്റ് യൂണിറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഓരോന്നിനും സെപ്പറേറ്റ് ആണ് കോസ്റ്റ്, അല്ലെ? ഓരോ ജോലിക്കും ഓരോന്നാണ് കോസ്റ്റ് വരുന്നത്, അല്ല എല്ലാത്തിനും കൂടെ ഒരുമിച്ചല്ല. അപ്പൊ അത് ശരിയാണ്, ജോബിൽ നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അത് ജോബ് കോസ്റ്റിംഗിന്റെ ഒരു ആട്രിബ്യൂട്ട് ആണ്. ദെൻ കൺസൾട്ടിങ് ഫേം, പ്രിന്റിങ്, ഷിപ്പ് ബിൽഡിങ്, ഇതൊക്കെയാണ് ജോബ് കോസ്റ്റിംഗിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. അതെ, കാരണം ഇവിടെ ഓരോ സ്ഥലത്തും ഓരോ ജോബിനാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു കൺസൾട്ടിങ് ഫേം ആണെങ്കിൽ ഒരാളെ കൺസൾട്ട് ചെയ്യുമ്പോൾ അതിന്റെ, ഒരു പ്രിന്റിംഗ് കമ്പനി ആണെങ്കിൽ ഒരു പ്രിന്റ് എടുക്കാൻ, ഒരു ഷീറ്റ് അല്ലെങ്കിൽ ഒരു ഫ്ലെക്സ് അടിക്കാൻ വരുമ്പോൾ ആ ഫ്ലെക്സ് അടിക്കാൻ അതാണ് ഒരു ജോലി. അതിന്റെയാണ് ഒരു ജോബ് യൂണിറ്റ് ആയിട്ട് അല്ലെങ്കിൽ ജോബ് സെന്റർ ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ജോലിക്ക് എത്ര രൂപ കോസ്റ്റ് ആകും ആണ് നമ്മൾ നോക്കുന്നത്. അപ്പം എക്സാമ്പിൾസ് ഒക്കെ ഇത് കറക്റ്റ് ആണ്. അടുത്തത് സെല്ലിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ്. Selling and administration cost are not considered as a part of job and are shown separately on the cost sheet and income statement. അതെ, ഇത് നമ്മൾ എന്താ സെല്ലിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് പീരീഡ് കോസ്റ്റ് ആയിട്ടാണ്. അപ്പൊ അതിനെ സെപ്പറേറ്റ് ആയിട്ടാണ് നോക്കുന്നത്, അല്ല ജോബിന്റെ പാർട്ടല്ല. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ സെല്ലിംഗ് അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് വരുന്ന ഒരു ജോലിക്ക് വേണ്ടി അല്ല നമ്മൾ ഈ പറഞ്ഞ അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് ഇങ്ങനാണ്. ഇപ്പൊ ഒരു ഓഫീസിലുള്ള എക്സ്പെൻസ്, ഓഫീസിൽ കൊടുക്കുന്ന സാലറി, ക്ലർക്കിന് കൊടുക്കുന്ന സാലറി, അപ്പൊ അത് ഒരു ജോലിയുടെ ആയിട്ട് ബന്ധമല്ല. ആ മാസം ചിലപ്പോ അവിടെ ഒരു 10,000 ജോലി ജോബ് വന്നു കാണും. പക്ഷെ അപ്പൊ ഇതുമായിട്ട് റിലേറ്റഡ്, അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് അതിനെ ഒരു പീരീഡ് കോസ്റ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് ജോബിൽ. അത് അങ്ങനെ തന്നെയാണ്, കറക്റ്റ് ആണ്. അപ്പൊ ഇവിടെ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ആരാ ഉള്ളത്? ആദ്യത്തെ രണ്ടുപേര് അല്ലെ, അത് പ്രോസസിന്റെയും കോൺട്രാക്ടിന്റെയും ഫീച്ചർ ആയിരുന്നു. അപ്പൊ ഒന്നും രണ്ടും വരുന്ന ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. ഇനി അടുത്ത 96ാമത്തെ ക്വസ്റ്റ്യൻ, അതൊരു പ്രോബ്ലം ആയിരുന്നു. എ കമ്പനി സെൽസ് ഇറ്റ്സ് പ്രോഡക്റ്റ് അറ്റ് 30 per unit in a period when it produce and sell 1,600 unit, it occurs a loss of 10 rupees. If the volume is raised to 40,000 unit, it earns a profit of 8 per unit. Calculate the variable cost per unit. ഇവിടെ ഒരു കമ്പനി അവരുടെ ഒരു പ്രോഡക്റ്റ് 30 രൂപയ്ക്കായിരുന്നു വിൽക്കുന്നത്. ഒരു വർഷം, ഒരു പീരീഡില് അവർ 1,600 യൂണിറ്റ് വിറ്റപ്പോ അവർക്ക് ഒരു യൂണിറ്റിൽ 10 രൂപ നഷ്ടം വന്നു. ഓക്കെ, ഇത് ആദ്യത്തെ കേസ് സിറ്റുവേഷൻ, 10 രൂപ നഷ്ടം വന്നു. അവർ ആ വോളിയം വന്നു, അല്ലെ അതിന്റെ യൂണിറ്റ് സെയിൽസിന്റെ യൂണിറ്റ് കൂട്ടി അത് 40,000 ആക്കിയപ്പോ പ്രോഫിറ്റ് ആയി. ഒരെണ്ണത്തിൽ 8 രൂപ വെച്ച് പ്രോഫിറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ വേരിയബിൾ കോസ്റ്റ് എത്രയായിരിക്കും എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. അപ്പൊ അത് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു 2 ഇക്വേഷൻ, കാരണം ഇവിടെ 2 സിറ്റുവേഷൻ ഉണ്ട്, സോ 2 ഇക്വേഷൻ ആദ്യം ഫോം ചെയ്യണം. ആ 2 ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വേരിയബിൾ കോസ്റ്റ് കിട്ടും. അപ്പൊ നോക്കി, ആദ്യത്തെ കേസ് പറഞ്ഞപ്പോ സെല്ലിംഗ് കോസ്റ്റ് രണ്ടിടത്ത് 30 ആണ്. യൂണിറ്റ് ആദ്യം സോൾവ് ചെയ്തത് 16,000 യൂണിറ്റ് ആയിരുന്നു. 16,000 കേട്ടോ, 1,600 കേട്ടോ. ഞാൻ ചെയ്തപ്പോഴത്തേക്കും 10,000 1,600 എക്സ്ട്രാ ഒരു 0 പ്രശ്നമുണ്ട്. സോ അത് അപ്പൊ എത്ര വരും? 16,000 രൂപയായിരിക്കും അപ്പൊ പ്രോഫിറ്റ്, നമ്മുടെ ലോസ് വരുന്നത് 16,000 ആണ് കേട്ടോ, 1,60,000 അല്ല. ദെൻ അതേപോലെ ഇപ്പുറത്തെ കേസ് വരുമ്പോഴത്തേക്കും 8 രൂപ പ്രോഫിറ്റ് വരും, 40,000 ചെയ്യുമ്പോഴത്തേക്കും. അപ്പൊ 32,000 രൂപ പ്രോഫിറ്റ് വരും. അപ്പൊ ഇത് രണ്ടും വെച്ചിട്ട് നമ്മളൊരു 2 ഇക്വേഷൻ ഫോം ചെയ്യും. അപ്പൊ നമുക്കറിയാം, നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറയ്ക്കുക, അതിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് കുറയ്ക്കുക. അപ്പൊ നമുക്ക് നമ്മുടെ പ്രോഫിറ്റ്, ഒരെണ്ണത്തിന്റെ പ്രോഫിറ്റ് ഇൻറ്റു എത്ര യൂണിറ്റ്സ് ആണെങ്കിൽ നമ്മുടെ ടോട്ടൽ പ്രോഫിറ്റ് നമുക്ക് കിട്ടും. ഇത് നമ്മുടെ കോമൺ ഉള്ള ഒരു ഇക്വേഷൻ. ഈ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ഈ 2 സിറ്റുവേഷനും നോക്കുവാണെങ്കിൽ, നോക്കിയേ, ആദ്യത്തെ എന്ന് പറയുമ്പോൾ എത്രയാണോ, ആദ്യത്തെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ആദ്യത്തെ 30 രൂപയാണ്. പിന്നെ അവിടെ മൈനസ് വേരിയബിൾ കോസ്റ്റ് ചെയ്യാൻ വേരിയബിൾ കോസ്റ്റ് ഇല്ല, സോ ബി തന്നെ ഇടുക. ദെൻ അടുത്തത് നമ്പർ ഓഫ് യൂണിറ്റ്സ്. ആദ്യത്തെ കേസിൽ എത്രയായിരുന്നു യൂണിറ്റ്സ് വരുന്നത്? 1,600 കേട്ടോ, 1,600. അപ്പൊ നമ്മുടെ പ്രോഫിറ്റ് വരുന്നത്, പ്രോഫിറ്റ് അല്ല സോറി, ആദ്യം നമ്മുടെ ലോസ് ആയിരുന്നില്ല. അപ്പൊ മൈനസ് അതിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റും കൂടെ കുറയ്ക്കുമ്പോൾ നമുക്ക് 1,60,000 രൂപയല്ലേ നമുക്ക് പ്രോഫിറ്റ് കിട്ടും.
നമ്പർ മാറിപ്പോയതുകൊണ്ട് ആകെപ്പാട് കൺഫ്യൂഷൻ. ഓക്കെ, ദെൻ രണ്ടാമത്തെ സിറ്റുവേഷൻ വരുമ്പോ നമുക്ക് അവിടെ സെല്ലിംഗ് പ്രൈസ് 30 ദെൻ നമ്മുടെ വേരിയബിൾ കോസ്റ്റ് വന്നിട്ട് അറിയത്തില്ല, സോ അത് -B തന്നെ ഇടുക. ദെൻ യൂണിറ്റ് വന്നിട്ട് 40,000 ആയിരുന്നു. ഓക്കെ, മൈനസ് നമ്മുടെ ഫിക്സഡ് കോസ്റ്റ് എത്രയാണോ അത് കുറയ്ക്കുമ്പോൾ നമുക്ക് നമ്മുടെ പ്രോഫിറ്റ് കിട്ടും. ഇപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ വേരിയബിൾ എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പൊ രണ്ടിടത്തും രണ്ട് ഐറ്റം കോമൺ അറിയാത്തതുണ്ട്. അൺനോൺ ആയിട്ടുള്ള വേരിയബിളും അറിയത്തില്ല, ഫിക്സഡും അറിയത്തില്ല. സോ ഇതിൽ ഒരാളെ നമ്മൾ കട്ട് ചെയ്യണം. നമുക്ക് ആരെയാ വേണ്ടത്? നമുക്ക് വേരിയബിളിനെയാണ് വേണ്ടത്. സോ ഫിക്സഡിനെ നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി, അതിനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി നമ്മൾ സബ്ട്രാക്ട് ചെയ്യും. ആദ്യത്തെ ഇതും രണ്ടാമത്തും തമ്മിൽ സബ്ട്രാക്ട് ചെയ്യും. അപ്പൊ നമുക്ക് എഫ് എന്ന് പറഞ്ഞാൽ ഫിക്സഡിനെ ക്യാൻസൽ ചെയ്യും. പിന്നെ നമ്മളിത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ വേരിയബിൾ കോസ്റ്റ് കിട്ടും. 10 രൂപയാണ് ഇവിടുത്തെ വേരിയബിൾ കോസ്റ്റ് വന്നിട്ട്. ഓക്കെ, അപ്പം ഓപ്ഷൻ ഡി 10 ആണ് നമ്മുടെ വേരിയബിൾ കോസ്റ്റ്. ഇനി അടുത്തത് 97ാമത്തെ ക്വസ്റ്റ്യൻ വന്ന യു ആർ ഗിവൺ ഫോളോയിങ് ഫിഗേഴ്സ് ഇൻ റെസ്പെക്ട് ഓഫ് എ ഫേം പ്രോസസ് അക്കൗണ്ട് ബേസ്ഡ് ഓൺ ദ FIFO മെത്തേഡ് കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ഇക്വലന്റ് പ്രൊഡക്ഷൻ. ഇക്വലന്റ് പ്രൊഡക്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് എത്രയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വർഷം ഇൻട്രൊഡ്യൂസ് ചെയ്ത യൂണിറ്റ് എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്. എത്ര യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്ത്, എത്ര യൂണിറ്റ് പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടും തന്നിട്ടുണ്ട്. ദെൻ ക്ലോസിംഗും തന്നിട്ടുണ്ട്. ഓക്കെ, ഇത് വെച്ചിട്ട് ഇക്വലന്റ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നോക്കിയാൽ ഓപ്പണിംഗ് പറഞ്ഞിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് വർക്കിംഗ് പ്രോഗ്രസ് എന്ന് പറയുന്നത് 2000 യൂണിറ്റ് ആണ്. അതിൽ 30% കംപ്ലീറ്റ് ആയി. അപ്പൊ 30% കംപ്ലീറ്റ് ആയത് എപ്പോഴാണ്? കഴിഞ്ഞ വർഷമാണ്. അപ്പൊ ഈ വർഷം നമ്മൾ ആദ്യം ചെയ്യാൻ പോണ ഏതാണ്? ഇതിന്റെ 70, ബാക്കി കിടക്കുന്ന 70 നമ്മൾ നോക്കണം. ഓക്കെ, യൂണിറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് 7000 കൊണ്ടുവന്നു. ഈ വർഷം 8400 യൂണിറ്റ് കംപ്ലീറ്റഡ് ഡ്യൂറിംഗ് ദി കറന്റ് പീരീഡ് 8400. ഈ 8400നകത്ത് ഏതും ഉണ്ട്? കഴിഞ്ഞ വർഷത്തിന്റെ പകുതി മിച്ചം ചെയ്യാനുള്ളതും കൂടെ കിടപ്പുണ്ട്. ദെൻ ക്ലോസിംഗിന്റെ വന്നിട്ട് 50% കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. അപ്പൊ ബാക്കി 50% അടുത്ത വർഷത്തേക്കാണ് ഉള്ളത്. അടുത്ത വർഷം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കും. ഓക്കെ, പിന്നെ കോസ്റ്റ് ഡ്യൂറിംഗ് ദ പീരീഡ് വന്നിട്ട് 69,700. ഓക്കെ, അപ്പം കോസ്റ്റ് പെർ ഇക്വലന്റ് യൂണിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ഈ പറഞ്ഞ പോലെ ആദ്യം ഫസ്റ്റ് ഓപ്പണിംഗ് 2000 യൂണിറ്റ് ഉണ്ടായിരുന്നു. 2000 യൂണിറ്റിന്റെ 30% കഴിഞ്ഞ വർഷം ഓൾറെഡി കംപ്ലീറ്റഡ്. അപ്പൊ ഈ വർഷം ഇനി എത്ര ചെയ്താൽ മതി? 70 ചെയ്താൽ മതി. അപ്പൊ 2000ന്റെ 70 എന്ന് പറയുമ്പോൾ ആ വർഷം നമ്മൾ ഇക്വലന്റ് യൂണിറ്റ് ആയിട്ട് എടുത്ത് എത്രയാണ്? 1400 ആണ്. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞു 8400 ഉണ്ടായിരുന്നു. നമ്മൾ ഈ വർഷം കംപ്ലീറ്റ് ചെയ്തെന്ന് പറഞ്ഞ് 8400 കംപ്ലീറ്റഡ് ഉണ്ട്. ഓക്കെ, ആ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞാൽ ആ വർഷം ഇൻട്രൊഡ്യൂസ് ചെയ്തത് മാത്രമല്ല, നേരത്തെ ഈ പറഞ്ഞ കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വന്ന 70% കൂടി ഉൾപ്പെട്ടാണ് ഇത് ഈ 8400. അപ്പൊ ഓൾറെഡി ആ 1400 നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട് അല്ലെ. പിന്നെയും 8400 ഇവിടെ എഴുതിയ അത് 2 പ്രാവശ്യം ആയിപ്പോ, ഓവർ ആയിപ്പോ ഇല്ലേ 1400. അപ്പൊ അതുകൊണ്ട് അതിനെ കുറയ്ക്കുക, അതിനെ കുറച്ചിട്ട് ബാക്കി മാത്രം എടുക്കുക. അപ്പൊ 1400 ഉള്ളൂ. ക്ലോസിംഗ് അവർ പറഞ്ഞിട്ടുണ്ട് 600 യൂണിറ്റ് ആണ് ഉണ്ടായത്. പക്ഷെ അതിൽ 50% കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. സോ ഈ വർഷം ഇക്വലന്റിനകത്ത് ആരും മാത്രമേ വരത്തുള്ളൂ, 600ന്റെ 50 മാത്രമേ വരത്തുള്ളൂ. സോ 600ന്റെ 50 എന്ന് പറയുമ്പോൾ 300 യൂണിറ്റ്. അപ്പൊ നമ്മുടെ ടോട്ടൽ ഇക്വലന്റ് എത്ര വരും? 8100 യൂണിറ്റ്സ് ആണ് നമ്മുടെ ഇക്വലന്റ് പ്രൊഡക്ഷൻ വന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ് വന്നിട്ടുള്ളത് 69,200 ആണ്. അപ്പൊ ഇവിടെ കണ്ടുപിടിക്കുന്നത് ഈ കോസ്റ്റ് പെർ ഇക്വലന്റ് യൂണിറ്റ് ആണ്. അപ്പൊ അത് ടോട്ടൽ കോസ്റ്റ് ആയിട്ടുള്ള 69,200 ഡിവൈഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് 8100 ഡിവൈഡ് ചെയ്യുമ്പോൾ 8.54 അല്ലെ 8.5. ആൻസർ എത്രയാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്, 8.5. 98ാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫാക്ട്സ് കറക്റ്റ്ലി ഡിസ്ക്രൈബ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേരിയസ് സ്റ്റാൻഡേർഡ്സ് ഇൻ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. അപ്പൊ കുറച്ച് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് വേണം യൂസ് ചെയ്യുന്ന കുറച്ച് സ്റ്റാൻഡേർഡ്സ് കൊടുത്തിട്ടുണ്ട്. കറന്റ്, അറ്റൈനബിൾ, ഐഡിയൽ, ബേസിക്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. അത് കറക്റ്റ് ആയിട്ടാണോ നമ്മൾ ചെയ്തിരിക്കുന്നത് വെച്ചാൽ നേരെ കൊടുത്തിരിക്കുന്നതെല്ലാം അതിന്റെ മാച്ച് ചെയ്യണം. കറന്റിന്റെ ഏതാണോ അത് മാച്ച് ചെയ്യുക. ദെൻ അറ്റൈനബിളിന്റെ ഈ 4 ഏതാണോ അങ്ങനെ മാച്ച് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ദെൻ ആദ്യത്തെ വന്നിരിക്കുന്നത് കറന്റ് സ്റ്റാൻഡേർഡ്. അപ്പൊ കറന്റ് സ്റ്റാൻഡേർഡ് എന്ന് വെച്ചാൽ എന്ത് പറയാം? കറന്റ് സ്റ്റാൻഡേർഡിന്റെ ഓപ്ഷൻ വന്നിരിക്കുന്നത് നമ്മൾ ഒരു ഷോർട്ട് ടേം ആയിട്ട് ഫ്രീക്വന്റ്ലി നമ്മൾ
യൂസ് ചെയ്യുന്ന നമ്മുടെ ഒരു ഇതിനെയാണ് നമ്മളൊരു പെർഫോമൻസ് ലെവൽ ഇത്രയായിരിക്കും. അടുത്ത ഒരു വർഷത്തേക്ക് അല്ലെ ഒരു 6 മാസത്തേക്ക് അല്ലെ ഒരു 2 മാസത്തേക്ക് അടുത്ത ഒരു വർഷത്തേക്ക് ഇത്ര വേണം അച്ചീവ് ചെയ്യാൻ. അതിനാണ് നമ്മൾ കറന്റ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഷോർട്ട് പീരീഡേ ഞാൻ കവർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പൊ അതാണ് കറന്റ് സ്റ്റാൻഡേർഡ്. അപ്പൊ ഇത് ഏതാണ് ഷോർട്ട് പീരീഡ് വരുന്നത്? യൂസ് ഓവർ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. അപ്പൊ 1 3 ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് അത് ഒന്നാമത്തേന് മൂന്നാമത്തെ ഇതാണ് വരുന്നത്. അപ്പൊ 1 3 1ന് 3 വരുന്ന ഏതാണ്? 1ന് 3 വരുന്നത് ഇത്. അപ്പോഴേ നമുക്ക് എന്ത് കിട്ടി? ആൻസർ കിട്ടി. പിന്നെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഓപ്ഷൻ ആ ഒന്നാമത്തെ ഐറ്റത്തിന് മൂന്നാമത്തെ ഐറ്റം ഇത് വരുന്നത് ഇത് മാത്രമേ ഉള്ളൂ. അപ്പോഴേ നമുക്ക് അവിടെ ആൻസർ കിട്ടും. അതിന് ബാക്കി കൂടെ ഒന്ന് നോക്കിയേക്കാവേ. അടുത്ത രണ്ടാമത്തത് വരുന്നത് അറ്റൈനബിൾ സ്റ്റാൻഡേർഡ്. ഈ ഒരെണ്ണം അറിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും ഈ ഒരെണ്ണം അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ബാക്കിയൊന്നും അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി അടുത്ത രണ്ടാമത്തത് വരുന്നത് അറ്റൈനബിൾ സ്റ്റാൻഡേർഡ്. അറ്റൈനബിൾ സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ പറഞ്ഞ കറണ്ടിന്റെ ഒരു പ്രാക്ടിക്കും എന്നുവെച്ചാൽ ഇപ്പൊ ഒരു മാസം കൊണ്ട് 10 കോടി രൂപ ഇത് ചെയ്യണമെന്ന് നമ്മൾ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തു. അത് അറ്റൈൻ ചെയ്യാൻ പറ്റാത്തതാണ്. അപ്പൊ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു നമ്മൾ ക്യാഷ് ബഡ്ജറ്റിങ്ങോ ഇൻവെന്ററി വാല്യുവേഷൻ ഒക്കെ ചെയ്യുന്നില്ല, അതുപോലെ. അപ്പൊ ആട്രിബ്യൂട്ട് സ്റ്റാൻഡേർഡ്സ് ആർ റിയലിസ്റ്റിക് ആൻഡ് അച്ചീവബിൾ അണ്ടർ നോർമൽ വർക്കിംഗ്. നോർമലി നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന അത് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ആണ് എന്തെന്ന് പറയുന്നത്. ഇവിടെ അതാ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഏതൊക്കെ കോമൺലി യൂസ് ചെയ്യുന്ന ടെക്നിക്സ്, അത് ക്യാഷ് ബഡ്ജറ്റിംഗും ഇൻവെന്ററി വാല്യുവേഷനും ആണ് ഇതിൽ വരുന്നത്. അതിന്റെ മീനിങ് അല്ല ഇവിടെ കൊടുത്തിരിക്കുന്നത്. then അടുത്ത് വരുന്നതാണ് ഐഡിയൽ സ്റ്റാൻഡേർഡ്. ഐഡിയൽ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആണ്, എല്ലാം അടിപൊളിയാണ്. എന്താണ് അവിടെ വേസ്റ്റേജോ സ്പോയിലേജോ നമ്മുടെ മെഷീനറിയുടെ ബ്രേക്ക് ഡൗണോ ഇങ്ങനെ ഒന്നും വരാത്ത ആ ഒരു സിറ്റുവേഷൻ ആണ് ഐഡിയൽ സ്റ്റാൻഡേർഡ്. അപ്പൊ ഇവിടെ എന്താണ് അത് വരുന്നത്? നോ പ്രൊവിഷൻ ഫോർ സ്ട്രിഞ്ചേജ് ആൻഡ് സ്പോയിലേജ്. ഇതൊന്നും ഒരു ഇതുമില്ല. സ്പോയിലേജ് വരാനോ ലീക്കേജ് വരാനോ അല്ലെങ്കിൽ ചുരുങ്ങി പോകാനോ അതിനൊന്നും ചാൻസ് ഇല്ല. ദെൻ അടുത്ത് വരുന്നതാണ് ബേസിക് സ്റ്റാൻഡേർഡ്. ബേസിക് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബെഞ്ച് മാർക്ക്, ഒരു സ്റ്റാൻഡേർഡ് ലെവൽ പറയും. സോ ഇതാണ് ചേഞ്ച് ഇൻ ട്രെൻഡ് ഓഫ് പ്രൈസ് ആൻഡ് എഫിഷ്യൻസി. ബേസിക് സ്റ്റാൻഡേർഡ് ലോങ് ടേം യാർഡ് സ്റ്റിക് ദാറ്റ് സെർവ് ആസ് എ ബെഞ്ച് മാർക്ക് ഓവർ മെനി പീരീഡ്. നമുക്ക് കുറെ നാളത്തേക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ്, ഒരു ബേസിക് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്. അതായിരിക്കും നമ്മുടെ നമ്മുടെ എഫിഷ്യൻസിയുടെ നമ്മുടെ പ്രൈസിന്റെ ഒക്കെ ഒരു യാർഡ് സ്റ്റിക് ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ 98ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ. ആൻസർ ഓപ്ഷൻ ഡി അല്ല, ഓപ്ഷൻ ഡി. അടുത്തത് 99ാമത്തെ വന്നിട്ട് യു ആർ ഗിവൺ ആട്രിബ്യൂട്ട്. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെയാണ് ഇതും. പീരിയോഡിക്കും പെർപെച്വലും രണ്ട് ഇൻവെന്ററി സിസ്റ്റത്തിന്റെ ഇത് തന്നിട്ടുണ്ട്. അതിൽ കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ്, രണ്ടിടത്തും കറക്റ്റ് ആയിട്ട് വരുന്ന കോമ്പിനേഷൻസ് ഏതാണ് ഐഡന്റിഫൈ ചെയ്യാണ്. യു ആർ ഗിവൺ ആട്രിബ്യൂട്ട്സ് ഓഫ് പീരിയോഡിക് ആൻഡ് പെർപെച്വൽ ഇൻവെന്ററി സിസ്റ്റം. വിച്ച് കോമ്പിനേഷൻ ഓഫ് ആട്രിബ്യൂട്ട്സ് ആർ ഇൻകറക്റ്റ് വിത്ത് റെസ്പെക്ട് ടു ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബോത്ത് സിസ്റ്റം ഓഫ് മെയിൻറ്റെയിനിങ് ഇൻവെന്ററി. അപ്പൊ രണ്ടും കറക്റ്റ് ആണ്. ഒരു സൈഡ് മാത്രം ശരിയായിട്ട് കാര്യമില്ല. രണ്ടും ഒരേപോലെ കറക്റ്റ് ആവുന്ന കോമ്പിനേഷൻ ആണ് കറക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ചിലതിന് ഈ ഫസ്റ്റ് ഐറ്റത്തിന്റെ പീരിയോഡിക്കിന്റെ കറക്റ്റ് ആയിരിക്കും, പെർപെച്വലിന്റെ തെറ്റായിരിക്കും. അപ്പൊ ആ കോമ്പിനേഷൻ ശരിയാകത്തില്ല. അപ്പൊ അങ്ങനെ വേണം അതിന് ആൻസർ നോക്കാൻ. അപ്പൊ നോക്കി ആദ്യം വരുന്നത് ഇൻവെന്ററി ഈസ് അസർട്ടൈൻഡ് ഓൺ ദി ബേസിസ് ഓഫ് ഫിസിക്കൽ കൗണ്ട്. നമ്മൾ എങ്ങനെ തിട്ടപ്പെടുത്തിയിട്ടാണ് അവിടെ ഇൻവെന്ററിയെ നമ്മൾ അസർട്ടൈൻ ചെയ്തത്. ശരിയാണ്. ഇവിടെ നമ്മൾ റെക്കോർഡ് നോക്കും. അസർട്ടൈൻമെന്റ് എത്ര രൂപയുടെ സാധനം ഉണ്ട്, സ്റ്റോക്ക് ഉണ്ട് നോക്കും. അപ്പൊ ഇൻവെന്ററി ഈസ് അസർട്ടൈൻഡ് ഓൺ ദി ബേസിസ് ഓഫ് റെക്കോർഡ്. അത് രണ്ടും ശരി. അപ്പൊ ഈ കോമ്പിനേഷൻ എന്താണ്? ഈ കോമ്പിനേഷൻ സോറി കേട്ടോ, ഇവിടെ ഇൻകറക്റ്റ് ആട്ടോ, തെറ്റായിട്ടുള്ളത് എടുക്കാനാ പറഞ്ഞത്. അപ്പൊ ഇത് ശരിയാണ്, ഈ കോമ്പിനേഷൻ ശരിയാണ്. ദെൻ അടുത്ത കോമ്പിനേഷൻ വന്നിട്ട് പീരിയോഡിക് ഇൻവെന്ററി സിസ്റ്റത്തിൽ ഇൻവെന്ററി ഈസ് കാൽക്കുലേറ്റഡ് ആസ് എ റെസിഡ്യൂവൽ ഫിഗർ. ദാറ്റ് ഈസ് ക്ലോസിംഗ് ഇൻവെന്ററി എന്ന് പറയുന്നത് ഓപ്പണിംഗ് പ്ലസ് പർച്ചേസസ് മൈനസ് കോസ്റ്റ് ഓഫ്. ഇത് നമ്മൾ ട്രേഡിംഗ് ചെയ്യാൻ ചെയ്യുമ്പോഴത്തേക്കും കാണുന്നത് ഓപ്പണിംഗും പർച്ചേസും കൂടെ കൂട്ടി നമ്മുടെ ക്ലോസിംഗ് അല്ല കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ക്ലോസിംഗ് എത്ര രൂപയുടെ സ്റ്റോക്ക് ഉണ്ടെന്ന് അറിയാൻ പറ്റും. സോ അതും ശരിയാണ്. ഇൻവെന്ററി ഇനി പെർപെച്വൽ വരുമ്പോഴോ ഇൻവെന്ററി ഈസ് കാൽക്കുലേറ്റഡ് ബൈ അപ്ലൈയിങ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ ഓഫ് ഇൻവെന്ററി ലൈക്ക് ലിഫോ ഫിഫോ. ലിഫോയും ഫിഫോയും നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത്? പ്രൈസിംഗിലല്ലേ നോക്കുന്നത്, അതായത് വാല്യുവേഷനിലല്ലല്ലോ നമ്മൾ ലിഫോയും ഫിഫോയും നോക്കുന്നത്, അല്ലെ? നമ്മൾ പഠിച്ചതല്ലേ. അപ്പൊ ഇത് ശരിയാണ്, തെറ്റാണ്. അപ്പൊ ഒരെണ്ണം ശരിയായി ഒരെണ്ണം തെറ്റായി. അപ്പൊ ഈ കോമ്പിനേഷൻ അപ്പൊ എന്തായി? തെറ്റിപ്പോയി. ഇത് രണ്ട് ശരിയായാൽ മാത്രമേ കോമ്പിനേഷൻ ശരിയാകത്തുള്ളൂ. ദെൻ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ട് കോമ്പിനേഷൻ വന്നിട്ട് ഇറ്റ് ഡസ് നോട്ട് റിക്വയർ ക്ലോസിംഗ് ഡൗൺ ഫോർ സ്റ്റോക്ക് ടേക്കിംഗ്. ഇത് ക്ലോസിംഗ് ഡൗൺ
ഇത് വേണ്ടി വരും. നമ്മൾ അത് ഈ പറഞ്ഞ സ്റ്റോക്ക് ടേക്കിങ്ങിന്, കാരണം എല്ലാം എണ്ണി തിട്ടപ്പെടുത്തണ്ടേ. എണ്ണി തിട്ടപ്പെടുത്തുമ്പോഴത്തേക്കും അതിന് നമ്മുടെ ബിസിനസ് കണ്ടിന്യൂ ചെയ്തു പോകാൻ പറ്റില്ല. പക്ഷെ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റോക്ക് ഇത് എന്താണ് കട അടച്ചിടേണ്ടി വരും. അപ്പൊ അവിടെ ഒരു സ്റ്റോക്ക് ടേക്കിന്റെ ടൈമിൽ നമ്മുടെ കമ്പനി അടയ്ക്കേണ്ട ഇത് വരും. പക്ഷെ ഇവിടെ വരില്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതും തെറ്റാണ്. ഇറ്റ് റിക്വയർസ് ക്ലോസിംഗ് ഡൗൺ ഫോർ സ്റ്റോക്ക് ടേക്ക്. ഇവിടെ എടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മൾ എന്ത് നോക്കുവാണ്, നമ്മൾ ഈ ഓരോന്നും എണ്ണിയും തിട്ടപ്പെടുന്നില്ല, ഇവിടെ റെക്കോർഡേ നോക്കുന്നുള്ളൂ. അപ്പൊ അവിടെ ക്ലോസിംഗിന്റെ ആവശ്യം ഇല്ല. പക്ഷെ ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതും തെറ്റാണ്. then അടുത്തത് ഇറ്റ് ഫെസിലിറ്റേറ്റ് കണ്ടിന്യൂസ് സ്റ്റോക്ക് ചെക്കിംഗ്. ഇവിടെ കണ്ടിന്യൂസ് സ്റ്റോക്ക് ചെക്കിംഗ് എന്ന് പറഞ്ഞ സംഭവം വരുന്നില്ല, പീരിയോഡിക്കലി ആണ്. വല്ല ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമൊക്കെയാണ് ചെയ്യുന്നത്. ഒരു കണ്ടിന്യൂസ് സ്റ്റോക്ക് ചെക്കിങ്ങിന്റെ ഒരു കാര്യം ഇവിടെ വരുത്തില്ല. ഇറ്റ് ഡസ് നോട്ട് ഫെസിലിറ്റേറ്റ് കണ്ടിന്യൂസ് സ്റ്റോക്ക് ചെക്കിംഗ്. ഇവിടെയും അങ്ങനെ പെർപെച്വലിനകത്ത് ഇവിടെ നമ്മൾ സ്റ്റോക്ക് ടേക്കിംഗ് അല്ല സ്റ്റോക്ക് ചെക്കിംഗ് വരുന്നില്ല. കാരണം പറഞ്ഞാൽ എന്ത് റെക്കോർഡ് വെച്ചിട്ടാണ് നോക്കുന്നത്. അപ്പൊ അതും തെറ്റാണ്. ഓക്കെ, അപ്പൊ ഇവിടെ 2ഉം ഇൻകറക്റ്റ് ആണ്, 3ഉം ഇൻകറക്റ്റ് ആണ്, 4ഉം ഇൻകറക്റ്റ് ആണ്. ആദ്യത്തെ കോമ്പിനേഷൻസ് മാത്രമേ ശരിയായിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഇൻകറക്റ്റ് കണ്ടുപിടിക്കാനാണ്. അപ്പൊ ഏതാണ് ഇൻകറക്റ്റ്? 2, 3, 4. 2, 3, 4 വരുമ്പോ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, ഇനി ലാസ്റ്റ് നമ്മുടെ 100ാമത്തെ ക്വസ്റ്റ്യൻ. അതൊരു ബേസിക് ക്വസ്റ്റ്യൻ ആയിരുന്നു. കാൽക്കുലേറ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. നമ്മുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് തന്നിട്ടുണ്ട്, അതേപോലെ സെയിൽസ് തന്നിട്ടുണ്ട്, ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണോ ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണോ ഇത് വെച്ചിട്ട് നമ്മുടെ കോസ്റ്റ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് എ 95,000, ബി വന്നിട്ട് 2,30,000, സി 3,25,000, ഡി വന്നിട്ട് 1,80,000. അപ്പം ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കോസ്റ്റ് കണ്ടുപിടിക്കാനല്ല. അപ്പം ഈ ഇക്വേഷൻ വരുന്നത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് അറിയാം കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കുന്നത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് ഈക്വൽ ടു എങ്ങനെയായിരുന്നു? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പ്ലസ് ഓപ്പണിംഗ് മൈനസ് ക്ലോസിംഗ്. ഇങ്ങനെയായിരുന്നു നമ്മളിത് കണ്ടുപിടിക്കുന്നത് അല്ലെ. ഇവിടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ 2,50,000 മൈനസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നമുക്ക് അറിയില്ല അല്ലെ. അത് തൽക്കാലം കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ തന്നെ ഇടുക. പ്ലസ് ഓപ്പണിംഗ് എത്രയാ വന്നത്? 75,000 ആണ് ഓപ്പണിംഗ് സ്റ്റോക്ക് വരുന്നത്. മൈനസ് ക്ലോസിംഗ് വന്നിട്ട് 50,000 ആണ്. ഓക്കെ, അപ്പൊ ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എത്ര കിട്ടും? ഇത് സോൾവ് ചെയ്ത് കിട്ടുന്നതാണ് നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വാല്യൂ. ഓക്കെ, അപ്പൊ ഈ 75 ഇപ്പറേ കൊണ്ടുവരുമ്പോൾ ആഡ് ചെയ്തത് ഇപ്പറ വരുമ്പോൾ ലെസ് ചെയ്യും. ഈ 50 ഇപ്പറ വരുമ്പോഴത്തേക്കും എന്താവും? ആഡ് ആവും. സോ നമുക്ക് ആൻസർ വരുന്നത് 1,80,000 റുപ്പീസ് ആയിരിക്കും നമുക്ക് നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വരുന്നത്. ഓക്കെ, എന്നുവെച്ചാൽ ബാക്കി ഈ ഓപ്പണിംഗ് അല്ലാതെ നമുക്ക് വരുന്ന ബാക്കി എന്തൊക്കെ കാര്യങ്ങളുണ്ട്? പർച്ചേസസ് വരാം, വേജസ് കൊടുത്തത്, ട്രേഡിംഗിൽ വരുന്ന ഐറ്റംസ് ഒക്കെ ഇല്ലേ, പ്രൈസ് ഇൻവേർഡ്, അതൊക്കെയാണ് വരുന്നത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പൊ ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. അപ്പൊ കഴിഞ്ഞു നമ്മുടെ 60 ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞു. ഒരുപാട് അങ്ങ് ടഫ് അല്ലായിരുന്നു, ഓൾമോസ്റ്റ് അത്യാവശ്യം സിമ്പിൾ നല്ല നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു. ഇലക്ട്രിസിറ്റി അതിന്റെയൊക്കെ നമ്മുടെ ഡബിൾ അക്കൗണ്ട് സിസ്റ്റം ഒക്കെ ബേസിക് ഇതിലാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളായിരുന്നു. ഒരുപാട് പ്രോബ്ലം ഇല്ലായിരുന്നു.